ഹലോ ഗൈസ്, വെൽക്കം ടു നീറ്റോ ടാക്സിസ്. അപ്പോൾ നമ്മൾ ഈ നീറ്റോ ടാക്സിസിന്റെ ഒരു പുതിയൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ആക്കിയാണ്. ഇതിൽ കൂടി നമ്മൾ എന്താ പ്രൊവൈഡ് ചെയ്യുന്നത് വെച്ചാൽ, ഫസ്റ്റ് നമ്മൾ എന്താ വെച്ചാൽ നമ്മുടെ മെന്റർഷിപ്പ് പ്രോഗ്രാമിലുള്ള സ്റ്റുഡൻസ് അവർ ഓരോ ടോപ്പിക്സ് സജസ്റ്റ് ചെയ്യും. അവർക്ക് ടഫായിട്ട് തോന്നുന്നതോ അല്ലെങ്കിൽ നല്ല ഹൈ ഹീൽഡിങ് ആയിട്ട് തോന്നുന്ന ടോപ്പിക്സ് അവർ സജസ്റ്റ് ചെയ്യുമ്പോൾ അത് നമ്മൾ ഈ ചാനലിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. പ്ലസ് അതിന്റെ കൂടെ തന്നെ മെല്ലെ മെല്ലെ നമ്മൾ എന്ത് വെച്ചാൽ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും നമ്മൾ നല്ല അടിപൊളി ലെക്ചേഴ്സ് അതേപോലെ NCERT നമുക്ക് ഈ നീറ്റിന് ആവശ്യമുള്ള എല്ലാ പോയിന്റ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഓരോ ലെക്ചേഴ്സും നമ്മൾ മെല്ലെ മെല്ലെ ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും നമ്മളിപ്പോൾ ഒരുമിച്ച് കൂടിക്കോ, നമുക്ക് അടിപൊളിയായിട്ട് നീറ്റ് ക്രാക്ക് ചെയ്ത് പോവുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഒരു സ്റ്റാർട്ടിങ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടല്ലേ ഉള്ളൂ ഈ ചാനൽ. അപ്പോൾ ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക, എന്നാലേ നമുക്ക് മുന്നോട്ട് നല്ല രീതിയിൽ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്ന് സജസ്റ്റ് ചെയ്ത ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ DNA ഫിംഗർ പ്രിന്റിങ്. ഇപ്പൊ ഇത് പലർക്കും കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നുന്ന ഒരു ടോപ്പിക്കാണ് DNA ഫിംഗർ പ്രിന്റിങ്. പല പോയിന്റ്സ് ഇപ്പൊ NCERT കുറെ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്, അത് പലർക്കും കൺഫ്യൂസിംഗ് ആയി തോന്നുന്നുണ്ട്. ഇപ്പൊ എന്റെ നീറ്റ് പ്രിപ്പർ ടൈമിൽ എനിക്കും കുറച്ച് ഇത് കൺഫ്യൂസിംഗ് ആയിരുന്നു. പിന്നെ ഞാൻ അങ്ങനെ പഠിച്ചെടുത്തതാണ്. അപ്പൊ ഞാൻ ഞാൻ എങ്ങനെ പഠിപ്പിക്കാന്ന് വെച്ചാൽ ഓരോ ലൈനും വെച്ചിട്ട് അതിലുള്ള പോയിന്റ്സ് ഞാൻ ഇപ്പൊ എന്തെങ്കിലും കൺസെപ്റ്റ് കൂടുതലുണ്ടെങ്കിൽ അതിലത്തെ പോയിന്റ്സ് ഞാൻ പഠിപ്പിക്കും. അപ്പൊ ഇനി ഒന്നും ലാഗ് അടിപ്പിക്കാതെ നമുക്ക് നേരെ പോവാം. അപ്പൊ നിങ്ങൾക്ക് എല്ലാവരും അറിയണ പോലെയാണ് നമ്മൾ മോളിക്കുലർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്നുള്ള ചാപ്റ്ററിലെ ഒരു സബ് ടോപ്പിക് ആണ്. അപ്പൊ നമുക്ക് നേരെ DNA ഫിംഗർ പ്രിന്റിങ് തുടങ്ങാം. DNA ഫിംഗർ പ്രിന്റിങ്. അപ്പോൾ ഇതിൽ സ്റ്റാർട്ടിങ് തന്നെ ഞാൻ പറഞ്ഞില്ല, ഓരോ സെന്റൻസും പറഞ്ഞുകൊണ്ട് ഞാൻ NCERT നമുക്ക് ആവശ്യമുള്ള എല്ലാം ഞാൻ പറയുന്നുണ്ട്. അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത് വെച്ചാൽ 99.9% ഓഫ് ദ ബേസ് സീക്വൻസ് among the humans സെയിം ആണ്. അപ്പൊ ടോട്ടൽ എത്ര ഉണ്ട്? 3 × 10⁻⁹ ബേസ് പെയർ. അതാണ് ഇവിടെ ഫസ്റ്റ് പോയിന്റ് ഇവിടെ പറയുന്നത്. ടോട്ടൽ ഒരു DNA 3 × 10⁻⁹ ബേസ് പെയർസ് ഉണ്ട്. അതിൽ പറഞ്ഞതെന്ന് വെച്ചാൽ 99.9% സിമിലർ ആണ്. അപ്പൊ ഇനി ആകെ ഡിഫറൻസ് എത്ര വരിക? വെറും 0.1%. അതായത് 3 × 10⁻⁹ 0.1% പറഞ്ഞാൽ 0.1% പറഞ്ഞാൽ ഇനിയിപ്പോൾ ഇതിൽ കുറച്ച് മാത്സ് അറിയാത്തവർക്കും ഇങ്ങനെ ആലോചിച്ചിട്ടോ. 0.1% 0.1/100. അപ്പോൾ 0.1 10⁻⁻1/10⁻². അപ്പൊ എന്താ വെച്ചാൽ 10⁻³ × 3 × 10⁻⁹. അതായത് നിങ്ങൾ ആലോചിച്ച് നോക്കുക, 3 × 10⁻⁶. ആകെ 30 ലക്ഷം ബേസ് പെയർസ് നമ്മളെല്ലാ മനുഷ്യന്മാർ തമ്മിൽ ഡിഫറൻസ് ഉള്ളൂ. ബാക്കിയുള്ള എല്ലാ ബേസ് പെയർസും രണ്ട് ഹ്യൂമൻസ് നോക്കുകയാണെങ്കിൽ, ഹ്യൂമൻ ബീങ് എടുത്ത് നോക്കുകയാണെങ്കിൽ അത് സിമിലർ ആണ്. അപ്പോൾ എന്താണ് DNA ഫിംഗർ പ്രിന്റിങ്? അത് അടുത്ത സെന്റൻസ് പറയുന്നുണ്ട്. അപ്പൊ പറഞ്ഞു എന്ത് 3 × 10⁻⁹ എന്താണ് ഉണ്ടെങ്കിൽ 3 × 10⁶ ഡിഫറൻസ് ഉള്ളൂ. 99.9% സിമിലർ ആണ്. പിന്നെ ഇറ്റ് ഈസ് ദീസ് ഡിഫറൻസസ് ഇൻ ദ സീക്വൻസ് ഓഫ് DNA വിച്ച് മേക്ക് എവറി ഇൻഡിവിജ്വൽ യൂണിക് ഇൻ ദർ ഫിനോടൈപ്പിക് എക്സ്പ്രഷൻ. ഈ ഒരു 0.1% ഡിഫറൻസ് ഉണ്ടല്ലോ, ആ ഡിഫറൻസ് ആണ് നമുക്ക് ഈ ഫീനോടൈപ്പ്, നമ്മൾ ഈ കാണുന്ന ഈ എക്സ്റ്റേണൽ അപ്പിയറൻസ് ഉണ്ടല്ലോ, അതിൽ ഡിഫറൻസ് ഉണ്ടാക്കുന്ന വെറും ഈ 0.1%, അതായത് 30 lakh ബേസ് പെയർസ് ആണെന്നാണ് പറയുന്നത്. ഇഫ് one aims to find out the genetic difference between two individuals or among individuals of a population, sequencing of the DNA every time would be daunting and expensive task. അതായത് നിങ്ങൾ ആലോചിച്ച് നോക്കുക, 3 × 10⁻⁹ ബേസ് പെയർസ് ഉണ്ട്. അതിനെന്താ 0.1% ഡിഫറൻസ്. അതിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ 30 ലക്ഷം ബേസ് പെയർസ് ഇരുന്ന് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും? നമ്മൾ രണ്ടാൾക്കാർ തമ്മിലുള്ള ഡിഫറൻസ് കണ്ടെത്തുകയാണ്. അപ്പൊ ഈ 30 ലക്ഷം ബേസ് പെയർസും കൂടി നോക്കിയാൽ ഏതെങ്കിലും മനുഷ്യന് പറ്റുമോ? അപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും എന്ത്, ഇപ്പോൾ ഒരു ഹ്യൂമൻ ജീനോം നമ്മൾ ഫസ്റ്റ് പഠിക്കാത്തത് 13 ഇയർ എന്താണ്, 12 to 13 years. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഫുൾ ഇനിയിപ്പോൾ ഭാവിയിലുള്ള ഫുൾ ജീനോം സീക്വൻസിങ് 12 to 13 years വെച്ച് ചെയ്യാൻ പറ്റുമോ? ഇല്ല, പറ്റൂല. അപ്പൊ അതിന് ഡെവലപ്പ് ചെയ്തൊരു മെത്തേഡാണ് DNA ഫിംഗർ പ്രിന്റിങ്. അപ്പൊ അതെന്താ വെച്ചാല്, ഇമാജിൻ ട്രൈങ് ടു കമ്പയർ, ഇതാണ് ഞാൻ പറഞ്ഞത്, ട്രൈങ് ടു കമ്പയർ 2 sets of 3 × 10⁻⁶. 30 ലക്ഷം ബേസ് പെയർസ് രണ്ടിടത്തും കമ്പയർ ചെയ്യാൻ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാവില്ല എത്ര തേക്കാരെന്ന്. അപ്പൊ അതിനുള്ള ഒരു സൊല്യൂഷൻ ആയിട്ടാണ് DNA ഫിംഗർ പ്രിന്റിങ്. ഇറ്റ്സ് എ വെരി ക്വിക്ക് വേ ടു കമ്പയർ DNA സീക്വൻസസ് ഓഫ് എനി 2 individuals. അപ്പൊ ഇതിനൊക്കെ ഒരു സൊല്യൂഷൻ ആയിട്ടാണ് എന്ത് DNA ഫിംഗർ പ്രിന്റിങ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് നോക്കാം എന്താണ് DNA ഫിംഗർ പ്രിന്റിങ്. ഇനിയാണ് കൺസെപ്റ്റ് ഉള്ളത്. അപ്പൊ ജസ്റ്റ് ഇവിടെ എന്താ വെച്ചാൽ ജസ്റ്റ് ഒരു തിയറി പാർട്ട് കഴിഞ്ഞു, ഇനിയാണ് കൺസെപ്റ്റ് കിടക്കുക. അപ്പൊ ഞാൻ ഓരോന്നും ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. DNA ഫിംഗർ പ്രിന്റിങ് ഇൻവോൾവ്സ് ഐഡന്റിഫൈങ് ഡിഫറൻസ് ഇൻ സം സ്പെസിഫിക് റീജിയൻസ് ഇൻ DNA സീക്വൻസസ് കോൾഡ് ആസ് റെപ്പിറ്റേറ്റീവ് DNA. അതായത് നമ്മൾ ഈ DNA ഫിംഗർ പ്രിന്റിംഗ് ഈ 3 × 10⁻⁶ നോക്കാൻ പറ്റൂല. ഇതിൽ തന്നെ എന്തുണ്ടാവും വെച്ചാൽ കോഡിങ് സീക്വൻസസും നോൺ കോഡിങ് സീക്വൻസും ഉണ്ടാവും. ഈ കോഡിങ് സീക്വൻസസ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, അത് പ്രോട്ടീൻസിനെ, ഞാൻ ഇവിടെ ഇതാ
അപ്പം നമ്മളെ ബേസ് പേസിൽ കോഡിംഗ് ഉണ്ടാവും, ഹ്യൂമൻ ജീനോമിൽ നോൺ കോഡിംഗ് ഉണ്ടാവും. ആ പേര് തന്നെ ഉണ്ട്. കോഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, അത് പ്രോട്ടീന് കോഡ് ചെയ്യും ആ ജീന്. നോൺ കോഡിംഗ് എന്ന് പറഞ്ഞാൽ അത് കോഡ് ചെയ്യൂല. അപ്പൊ നമ്മൾ എന്താ വെച്ചാൽ ഈ നോൺ കോഡിംഗ് റീജിയനിലാണ് നമ്മൾ നോക്കുക. അതെന്താന്നുള്ളത് ഞാൻ മുന്നിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്, അത് നമുക്ക് നോക്കാം. അപ്പോൾ ഈ നോൺ കോഡിംഗ് തന്നെ ഉള്ളതാണ് എന്ത്, റിപ്പിറ്റേറ്റീവ് DNA. റിപ്പിറ്റേറ്റീവ് DNA എന്ന് പറഞ്ഞാൽ എന്താടാ, ഒന്നുമില്ല, ഞാൻ നെക്സ്റ്റ് പേജിൽ പറഞ്ഞുതരാം. ആ പേര് തന്നെ ഉണ്ട്. എന്താ വെച്ചാൽ ഒരു സ്മോൾ സ്ട്രെച്ച് ഓഫ് DNA ഉണ്ടാവും, അതിങ്ങനെ റിപ്പീറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ TAGC 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 അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോവുക. അത് എത്ര റിപ്പീറ്റ് എന്ന് പറഞ്ഞാൽ അത് ഡിപ്പെൻഡ് ചെയ്യും, പല ക്രോമസോമിനും പല രീതിയിലാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സ്ട്രെച്ച് ഓഫ് ഇവിടെ എന്ന് പറഞ്ഞാൽ TAGC അതിങ്ങനെ വീണ്ടും വീണ്ടും റിപ്പയർ ചെയ്യുക. ഇപ്പോൾ 5-3 അതിങ്ങനെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. അതിന് ആ പേര് തന്നെയുള്ള റിപ്പിറ്റേറ്റീവ് DNA. അപ്പോൾ പറയണമെന്ന് വെച്ചാൽ ഈ റിപ്പിറ്റേറ്റീവ് DNAയിലുള്ള ഡിഫറൻസ് ആണ് നമ്മൾ നോക്കുക. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ റിപ്പിറ്റേറ്റീവ് DNAയിലുള്ള ഡിഫറൻസ് ആണ് DNA ഫിംഗർ പ്രിന്റിങ്ങിൽ നോക്കുക. ബിക്കോസ് in this sequence, ഈ സീക്വൻസ് റിപ്പീറ്റേറ്റീവ് DNAയിൽ എ സ്മോൾ സ്ട്രെച്ച് ഓഫ് DNA is repeated many times. അത് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ നേരത്തെ എക്സാമ്പിൾ പറഞ്ഞ പോലെ TAGC, അതേപോലെ ഏത് സ്ട്രെച്ചും ആവട്ടോ. These repetitive DNA are separated from bulk genomic DNA as different peaks during density gradient centrifugation. അപ്പോൾ ഇതെന്താന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളെന്തോ ഒരു ഹ്യൂമൻ ക്രോമസോം എടുക്കുകയാണെങ്കിൽ, ഒരു ഹ്യൂമൻ്റെ ക്രോമസോം എടുക്കുകയാണെങ്കിൽ ഇതിൽ എന്താണെന്ന് വെച്ചാൽ ചില പാർട്സേ റിപ്പീറ്റേറ്റീവ് DNA ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഇവിടെ ഫോർ എക്സാമ്പിൾ ഇങ്ങനെ പറയാണ്, റിപ്പീറ്റേറ്റീവ് DNA ഉള്ളത് ഞാൻ ഇവിടെ ഇങ്ങനെ ഇത് വെച്ചുകൊണ്ട് ഈ ബ്ലൂ ലൈൻ വെച്ചിട്ട് മാർക്ക് ചെയ്തതാണ് ഇത് റിപ്പീറ്റേറ്റീവ് DNA. അപ്പോൾ ഇതിനെ എങ്ങനെ ഇപ്പം ഈ ബൾക്ക് ജീനോമിക് DNA നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുക? ഇപ്പം ഇതാണ് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ട് ഇത്ര പാർട്ടാണ് ബൾക്ക് ജീനോമിക്. ഇപ്പം നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഇത് കാണുന്ന പോലെ ഇത് മോളിക്കുലാർ ലെവലാണ്. അപ്പോൾ ചെയ്യണമെങ്കിൽ ഭയങ്കര ടാസ്കുള്ള ഒരു പണിയാണ്. അപ്പോൾ അതിനാണ് എന്ത്, ഡെൻസിറ്റി ഗ്രേഡിയൻറ്റ് സെൻട്രിഫ്യൂഗേഷൻ. ഇതിൽ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ DNA എടുത്തിട്ട് അങ്ങോട്ട് സെൻട്രിഫ്യൂഗ് ചെയ്യും ഡെൻസിറ്റി ഗ്രേഡിയൻ്റ് ആയിട്ട്. അപ്പോൾ എങ്ങനെയാന്ന് വെച്ചാൽ ഒരു ടെസ്റ്റ് ട്യൂബിൽ എടുത്തിട്ട് ഇങ്ങനെ ഡെൻസിറ്റി ഗ്രേഡിയൻ്റ് ആയിട്ട് ചെയ്താൽ ബൾക്ക് ജീനോമിക് DNA ആവുമല്ലോ, ഓഫ് കോഴ്സ് എന്ത് ഡെൻസിറ്റി കൂടുതൽ. അപ്പോൾ അതിങ്ങനെ താഴെ ഉണ്ടാവും. അതേപോലെ തന്നെ പിന്നെ ഈ റിപ്പീറ്റേറ്റീവ് DNA മുകളിലുണ്ടാവും, റിപ്പീറ്റേറ്റീവ് DNA. അപ്പോൾ ഇനി നമ്മൾ എന്താ വെച്ചാൽ ഇതിൽ കൂടി ലൈറ്റ് വെച്ച് നോക്കിയാൽ നമുക്ക് ഈ ലൈറ്റിനെ അബ്സോർബ് ചെയ്യും. ഇത് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട, ഈ പീക്ക് എന്താന്നുള്ള കൺസെപ്റ്റ് ഞാൻ പറഞ്ഞുതരാണ്. അപ്പൊ നമ്മൾ ഇതൊന്ന് വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടി ലൈറ്റ് ഇതിലേക്ക് പാസ് ചെയ്യുമ്പോൾ ആ ലൈറ്റ് ഇതിനെ അബ്സോർബ് ചെയ്യും. അപ്പൊ എന്താ ഉണ്ടാവുക എന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ കാണിച്ചുതരാം. ഇതിങ്ങനെ ലൈറ്റ് നമ്മൾ ഇതാക്കുമ്പോൾ അബ്സോർബ് ചെയ്യും. അപ്പൊ എന്താ വെച്ചാൽ നമ്മൾ ഒരു ഇത് വരക്കും, എന്ത് ഈ ഡെൻസിറ്റി ഗ്രേഡിയന്റ് സെൻട്രിഫിക്കേഷനിൽ ഒരു ഗ്രാഫ് വരക്കും. ഗ്രാഫ് എന്താന്ന് വെച്ചാൽ ഇവിടെ എന്താ വെച്ചാൽ ഇവിടെ ഡെൻസിറ്റി ഉണ്ടാവും, ഇവിടെ അബ്സോർപ്ഷൻ ഉണ്ടാവും, ഈ ലൈറ്റിന്റെ അബ്സോർപ്ഷൻ. അപ്പോൾ ഇങ്ങോട്ട് ഇത് കൂടും. ഇവിടെ ഡെൻസിറ്റി എന്താ വെച്ചാൽ ഇങ്ങോട്ടാണ് കേട്ടോ കൂടുതൽ. അപ്പോൾ എങ്ങനെയാണ് ഇതിന്റെ റിസൾട്ട് വരാന്ന് വെച്ചാൽ ഇങ്ങനെ പീക്കായിട്ടാണ്, മനസ്സിലായോ? അപ്പൊ ഈ മെയിൻ പീക്ക് എന്ന് പറഞ്ഞാൽ ബൾക്ക് ജീനോമിക് DNA, ബൾക്കായിട്ടുള്ള ജീനോമിക് DNA ആണ് മെയിൻ പീക്ക്. ഈ ചെറിയ പീക്കാണ് എന്ത്, നമ്മുടെ റിപ്പീറ്റേറ്റീവ് DNA ഉണ്ടാവുക. അപ്പൊ അങ്ങനെ നമുക്ക് എന്താ ചെയ്യാം, ഇതിനെ ബൾക്ക് ജീനോമിക് DNA സെപ്പറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞത്. ഓക്കെ, ഇനി bulk DNA forms a major peak and other small peaks are referred to as satellite DNA. ഈ റിപ്പീറ്റേറ്റീവ് DNA തന്നെ നമുക്ക് എന്താക്കാം, സാറ്റലൈറ്റ് DNA എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ റിപ്പീറ്റേറ്റീവ് DNA തന്നെ എന്താക്കാം, സാറ്റലൈറ്റ് DNA എന്ന് വിളിക്കാം. അപ്പൊ ഈ ബൾക്ക് ഈ സ്മോൾ മെയിൻ പീക്ക് ഫോം ചെയ്യുന്നത് ബൾക്ക് ജീനോമിക് DNA, സ്മോൾ പീക്സ് റിപ്പീറ്റേറ്റീവ് DNA, അതല്ലെങ്കിൽ സാറ്റലൈറ്റ് DNA. ഓക്കെ, അങ്ങനെയാണ് ഇതിനെ സെപ്പറേറ്റ് ചെയ്യുക എന്നാണ് പറഞ്ഞു വന്നത്. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ റിപ്പീറ്റേറ്റീവ് അല്ലെങ്കിൽ സാറ്റലൈറ്റ് DNA നമുക്ക് എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുക എന്നുള്ളതാണ് NCERT പറയുന്നത്. അതെന്താ വെച്ചാൽ ഒന്നെങ്കിൽ ബേസ് കോമ്പോസിഷൻ, ചിലപ്പോൾ AT റിച്ച് ആണോ GC റിച്ച് ആണോ, അല്ലെങ്കിൽ എന്താ വെച്ചാൽ ലെങ്ത് ഓഫ് സെഗ്മെന്റ്, എത്ര ലെങ്ത് ഉണ്ട്, എത്ര ബേസ് പെയറിന്റെ ലെങ്ത് ഉണ്ട്, അല്ലെങ്കിൽ നമ്പർ ഓഫ് റിപ്പീറ്റേറ്റീവ് യൂണിറ്റ്സ്. ഇതിൻ്റെയൊക്കെ ബേസിൽ സാറ്റലൈറ്റ് DNA is classified into many categories such as micro and mini satellite. അപ്പോൾ എന്താന്ന് വെച്ചാൽ സാറ്റലൈറ്റ് DNA രണ്ടാക്കി ഡിവൈഡ് ചെയ്തിരിക്കണം. ഒന്ന് പറഞ്ഞാൽ മൈക്രോ സാറ്റലൈറ്റും രണ്ടാമത്തെ പറഞ്ഞാൽ മിനി സാറ്റലൈറ്റും. ഇതെന്താന്ന് വെച്ചാൽ ഇത് കറക്റ്റ് എത്ര എമൗണ്ട് എന്നുള്ളതൊന്നും ഇപ്പൊക്കെ പഠിക്കാം, NCERT ഇല്ലാത്ത വാല്യൂ ഇതൊന്നും ഇപ്പോൾ പഠിക്കാൻ നിൽക്കണ്ട. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. മൈക്രോ സാറ്റലൈറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ചോ, എപ്പോഴും ഒരു സിംഗിൾ ഡിജിറ്റ് ബേസ് പേസൊക്കെ ഉണ്ടാവുക. ഒരു അപ്രോക്സ് പറയുകയാണെങ്കിൽ ഒരു 2 to 6, പല ബുക്കിലും പല രീതിയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഞാൻ അധികം ഓർത്ത് ചെയ്യുന്ന സിംഗിൾ ഡിജിറ്റ് ആവും. ഡബിൾ ഡിജിറ്റ് ആണെങ്കിൽ അത് ഇത് ഞാൻ ഓർത്ത് ചെയ്യുന്ന ഒരു
ഇതാട്ടോ, മിനി സാറ്റലൈറ്റ് ആണ്. അപ്പോൾ ഈ ഡബിൾ ഡിജിറ്റ് പറയുമ്പോൾ ഇത് അപ്രോക്സ് ഒരു 10 to 50, അത് പലയിടത്തും പല ബുക്കിലും പല രീതി പറയുന്നുണ്ട്. ഇതിന്റെ വാല്യൂ ഒന്നും പഠിക്കാനില്ല, കാരണം NCERT കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതിൽ തന്നെ ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ, ഇത് NCERT പറയണില്ല എന്നാലും ഓർത്ത് വെച്ചോ, ഈ മിനി സാറ്റലൈറ്റ് ആണ് അധികം ഈ DNA ഫിംഗർ പ്രിന്റിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുക. അതൊന്ന് ജസ്റ്റ് എക്സ്ട്രാ ആയിട്ട് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. പിന്നെ these sequences normally do not code for protein, but they form a large portion of human genome. അപ്പോൾ ഈ സാറ്റലൈറ്റ് DNA എന്ന് പറഞ്ഞാൽ എന്താണ്? നോൺ കോഡിംഗ് ആണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോഡിംഗ് കൊണ്ട് നോൺ കോഡിംഗ് കൊണ്ട്, നേരത്തെ പറഞ്ഞല്ലോ ഈ നോൺ കോഡിങ്ങിലാണ് റിപ്പീറ്റേറ്റീവ് DNA വരുന്നത്, അതായത് സാറ്റലൈറ്റ് DNA വരുന്നത് എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞാണല്ലോ. These sequences show high degree of polymorphism and form the basis of DNA fingerprinting. ഇത് പലർക്കും ഡൗട്ട് ഉണ്ട്, എന്താണ് ഈ പോളിമോർഫിസം, എന്താണ് ഈ മ്യൂട്ടേഷൻ, ഇതെന്താണ് ഡിഫറൻസ്? പോളിമോർഫിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ആ പേര് തന്നെ ഉണ്ട്, പോളി കുറേ, മോർഫിസം എന്ന് പറഞ്ഞാൽ ടൈപ്സ്. അപ്പോൾ ഡിഫറൻസ് ഉണ്ടാവുക, രണ്ട് കാര്യങ്ങൾ തമ്മിൽ കുറെ ഡിഫറൻസ് ഉണ്ടാവുക അല്ലെങ്കിൽ വേരിയേഷൻസ് ഉണ്ടാവുക, അതിനാണ് പോളിമോർഫിസം എന്ന് പറയുക. ഈ പോളിമോർഫിസം ഉണ്ടാവാനുള്ള കാരണം എന്താ? ഉണ്ടാവാനുള്ള കാരണമാണ് മ്യൂട്ടേഷൻ കാരണമാണ് എന്തുണ്ടാവുക? പോളിമോർഫിസം ഉണ്ടാവുക. അപ്പോൾ ഇത് പലരും കൺഫ്യൂസ്ഡ് ആയിക്കണം. മ്യൂട്ടേഷൻ എന്താണ്? ഇപ്പൊ എന്താണ് ഡിഫറൻസ് ഉണ്ട്, മ്യൂട്ടേഷൻ വന്നാലും ഡിഫറൻസ് ഉണ്ട്, പോളിമോർഫിസം വന്നാലും ഡിഫറൻസ്. അപ്പൊ ഡെഫിനിഷൻ വായിക്കുമ്പോൾ ആകെ തല പുണ്ണാക്കാവും. അപ്പൊ എന്താ ഇങ്ങനെ ഓർത്തിച്ചാൽ മതി, ഈ പോളിമോർഫിസം എന്ന് പറഞ്ഞാൽ അതാണ് വേരിയേഷൻസ്, ബട്ട് അത് ഉണ്ടാവാൻ കാരണം എന്താണ്? മ്യൂട്ടേഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഈ പോളിമോർഫിസം, ഈ ഡിഫറൻസ് ആണ് എന്ത്? DNA ഫിംഗർ പ്രിന്റിന്റെ ബേസിസ് എന്ന് പറഞ്ഞാൽ അതാണ് ഇവിടെ പറഞ്ഞത്. സിൻസ് DNA ഫ്രം എവറി ടിഷ്യൂ സച്ച് ആസ് ബ്ലഡ്, ഹെയർ ഫോളിക്കിൾ, സ്കിൻ, ബോൺ, സലൈവ, സ്പേം ഫ്രം ആൻ ഇൻഡിവിജ്വൽ ഷോ സെയിം ഡിഗ്രി ഓഫ് പോളിമോർഫിസം, they become very useful identification in tool in forensic application. അതായത് ഫോറൻസിക് മെഡിസിൻ ഒക്കെ ഉണ്ടാകും. ഇപ്പൊ ഈ ക്രൈം സീന് അങ്ങനത്തെ പ്രശ്നങ്ങളിൽ നമുക്ക് ഈ ഇപ്പൊ ഈ CID അങ്ങനത്തെ ഇതിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അവർ പോയിട്ട് അവിടെ കിട്ടുന്ന എന്തെങ്കിലും, ഇപ്പൊ ഹെയർ ആണെങ്കിലോ അല്ലെങ്കിൽ എന്ത് ബ്ലഡ് ആണെങ്കിലോ സലൈവ ആണെങ്കിലോ സ്പേമിന്റെ ആണെങ്കിലോ ഏത് ഇത് കിട്ടിയാലും അത് എടുക്കാൻ പറയും, ഏതിന്റെ സാമ്പിൾ കിട്ടിയാലും. കാരണം എന്താ വെച്ചാൽ ഇതിലെല്ലാത്തിലും ഒരു ഇൻഡിവിജ്വലിലാണെങ്കിൽ അതിലെല്ലാത്തിലും സെയിം ഡിഗ്രി ഓഫ് പോളിമോർഫിസം വരാം. അപ്പൊ നമുക്ക് ആ ക്രൈം സീനിൽ നിന്ന് ഈ ഒരു ഇത് കിട്ടിയെന്ന് വെച്ചാൽ സാമ്പിൾ ബ്ലഡിന്റെ അല്ലെങ്കിൽ ഹെയറിന്റെ എന്തെങ്കിലും സാമ്പിൾ കിട്ടിയാലും അത് എടുത്തിട്ട് എന്താ ചെയ്യാം, നമുക്ക് സസ്പെക്റ്റിന്റെ കമ്പയർ ചെയ്യാം. അപ്പൊ രണ്ടിനും സെയിം ഡിഗ്രി ഓഫ് പോളിമോർഫിസം നമുക്ക് കമ്പയർ ചെയ്യാൻ ഭയങ്കര സുഖം. അപ്പോൾ എന്താ, ഈ ബ്ലഡിന്റും ഹെയറിന്റെ എന്തിന്റെ സാമ്പിൾ കിട്ടിയാലും എന്താണ് ഈ നമുക്ക് എന്താ സസ്പെക്റ്റിന്റെ ഇത് വെച്ച് കമ്പയർ ചെയ്യാം. അപ്പൊ രണ്ടിന്റെയും സെയിം ഡിഗ്രി ഓഫ് പോളിമോർഫിസം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഫോറൻസിക് അപ്ലിക്കേഷൻസിലൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആവും. ഫർദർ അടുത്ത പോയിന്റ് എന്താ വെച്ചാൽ, ആസ് എ പോളിമോർഫിസം ആർ ഇൻഹെറിറ്റബിൾ ഫ്രം പാരന്റ്സ് ടു ചിൽഡ്രൻ, DNA ഫിംഗർ പ്രിന്റിംഗ് ഇസ് ദ ബേസിസ് ഓഫ് പാറ്റേണിറ്റി ടെസ്റ്റിംഗ് ഇൻ കേസ് ഓഫ് ഡിസ്പ്യൂട്ട്. ഇപ്പൊ ഈ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അവിടെ, പാറ്റേണിറ്റി ഡിസ്പ്യൂട്ട്, അതായത് ഒരു ഉപ്പ പറയുന്നതിന്റെ മോനല്ല ഉമ്മ പറയുന്നതിന്റെ മോൻ. അപ്പൊ അതിന്റെ കേസിൽ എന്താ ചോദിച്ചാൽ, ഇപ്പോ ഒരു മകന് 50% ഓഫ് ദ ക്രോമസോമും കിട്ടുക ഫാദറിനും 50% മെറ്റേണിറ്റി മദറിനാണ് കിട്ടുക. അപ്പോൾ ഈ 50% എന്താവും, ഈ ഫാദറിന്റെ പിന്നെ സണ്ണിന്റെ എന്താവും സിമിലർ ആവും ഡിഗ്രി ഓഫ് പോളിമോർഫിസം. അപ്പൊ അവിടെ നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. അപ്പൊ രണ്ട് യൂസ് ആണുള്ളത് പോളിമോർഫിസം. ഒന്നെന്ന് വെച്ചാൽ ഇങ്ങനെ ഫോറൻസിക് അപ്ലിക്കേഷൻ, രണ്ടാമത്തെ എന്താന്ന് വെച്ചാൽ ഈ ഡിസ്പ്യൂട്ട്സിന്റെ പാറ്റേണിറ്റി ഓർ മെറ്റേണിറ്റി ഡിസ്പ്യൂട്ട്സിന്റെ കേസിൽ എന്താ ചെയ്യാം, നമുക്ക് ഇത് യൂസ് ചെയ്യാം. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ NCERT പോളിമോർഫിസത്തിന്റെ ഡെഫിനേഷൻ തരാം. അപ്പൊ NCERT തന്നെ ഡെഫിനേഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതൊന്ന് ഓർത്ത് വെക്കാം. അപ്പൊ ഇവർ പറഞ്ഞത് വെച്ചാൽ, ആസ് പോളിമോർഫിസം ഇൻ DNA sequence is the basis of genetic mapping of the human genome as well as DNA fingerprinting. അതായത് ഇപ്പോൾ ഈ DNA fingerprintingും പിന്നെ ഹ്യൂമൻ ജീനോമിന്റെ മാപ്പിംഗ് ഒക്കെ അതിന്റെ ഒക്കെ ബേസിസ് പറഞ്ഞാൽ പോളിമോർഫിസം ആണ്. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാക്കുക, ഇറ്റ് ഈസ് എസെൻഷ്യൽ that we understand what DNA polymorphism means in simple terms. അപ്പോൾ എന്താണ് DNA polymorphism എന്ന് നോക്കാന്നുള്ളതാണ് പറയുന്നത്. പോളിമോർഫിസം എന്ന് പറഞ്ഞാൽ വേരിയേഷൻ അറ്റ് ജനറ്റിക് ലെവൽ, അതായത് ഒരു ജീന്റെ ലെവലിൽ ചേഞ്ച് ഉണ്ടാവാം. അതെന്താവുക ആണെങ്കിൽ ഒരു സിംഗിൾ ബേസ് പെയറിന്റെ സിംഗിൾ ബേസ് പെയറിന്റെ ഡിലീഷൻ ആവുക, അല്ലെങ്കിൽ അതിന്റെ ട്രാൻസ്ലോക്കേഷൻ ആവുക, എന്തോ. അപ്പോൾ ആ ജനറ്റിക് ലെവലിൽ ഉണ്ടാവുന്ന ചേഞ്ചസ്, അതേ ഉള്ളൂ പോളിമോർഫിസം. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് വെച്ചാൽ അറൈസസ് ഡ്യൂ ടു മ്യൂട്ടേഷൻ. മനസ്സിലായോ? അപ്പൊ ആ പോളിമോർഫിസം ഉണ്ടാവുന്ന റീസൺ ആണ് എന്ത്, മ്യൂട്ടേഷൻ. അപ്പൊ മ്യൂട്ടേഷൻ കാരണമാണ് പോളിമോർഫിസം ഉണ്ടാവുന്നത്. അപ്പൊ ആ ഡിഫറൻസ് ഒന്ന് ഓർത്ത് വെച്ചോ.
ഇനി നെക്സ്റ്റ് പോയിന്റ് എന്താ പറയണെന്ന് വെച്ചാൽ ഇനി മ്യൂട്ടേഷനെ കുറിച്ച് പറയാം. മ്യൂട്ടേഷൻ എവിടെയൊക്കെയാണ് നടക്കുക എന്നുള്ളത്. അപ്പൊ ന്യൂ മ്യൂട്ടേഷൻ മേ അറൈസ് ഇൻ ഇൻഡിവിജ്വൽ ഐദർ ഇൻ സൊമാറ്റിക് സെൽ ഓർ ജേം സെൽ. അപ്പൊ നമ്മുടെ ബോഡിയിൽ 2 ടൈപ്പ് സെൽ ഉണ്ടല്ലോ. ഒന്ന് പറഞ്ഞാൽ എന്താണ് സൊമാറ്റിക് സെല്ലാണ്, ഒന്ന് പറഞ്ഞാൽ ജേം സെല്ലാണ്. അപ്പൊ ഈ പുതിയ പോളിമോർഫിസം ഉണ്ടാവാനുള്ള മ്യൂട്ടേഷൻ ഉണ്ടല്ലോ, അത് ഈ സൊമാറ്റിക് സെല്ലിലാവാം ജേം സെല്ലിലാവാം. അപ്പൊ എന്താണ് അത് തമ്മിലുള്ള ഡിഫറൻസ്? അപ്പോൾ ജേം സെൽ എന്താ? സെൽസ് ദാറ്റ് ജനറേറ്റ് ഗാമേറ്റ്സ് ഇൻ സെക്ഷുവലി റീപ്രൊഡ്യൂസിങ് ഓർഗൻസ്. ഗാമേറ്റ്സ് ജനറേറ്റ് ചെയ്യുന്ന സെൽസ് ആണ്, അതാണ് ജേം സെൽസ്. അത് ഉണ്ടാവില്ല എല്ലാവർക്കും. ഇഫ് എ ജേം സെൽ മ്യൂട്ടേഷൻ ഡസ് നോട്ട് സീരിയസ്ലി ഇമ്പയർ ഇൻഡിവിജ്വൽസ് എബിലിറ്റി ടു ഹാവ് ഓഫ്സ്പ്രിങ് who can transmit the mutation, it can spread to other members of the population. ഇതെന്താ പറയണെന്ന് വെച്ചാൽ ഇതും പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാവുന്നതാണ്. ഇവിടെ സൊമാറ്റിക് സെൽസിൽ മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ ജേം സെൽ മ്യൂട്ടേഷൻ നടന്നാലുള്ള കോൺസിക്വൻസ് പറയാണ്. സൊമാറ്റിക് സെല്ലിലാണ് മ്യൂട്ടേഷൻ നടക്കണമെന്ന് വിചാരിച്ചോ, അവിടെ എന്താ സംഭവിക്കുക വെച്ചാൽ ആ സെല്ല് ഡൈ ആവും, സെൽ ഡെത്ത്, അങ്ങനെ ഒരു പ്രശ്നമില്ല. ഇനി ജേം സെൽസിലാണ് പ്രശ്നമെങ്കിൽ, കാരണം എന്താ വെച്ചാൽ ഈ സൊമാറ്റിക് സെൽസിൽ നടന്നാൽ അത് ആ പേഴ്സണേ ഉള്ളൂ. ഇപ്പൊ എൻ്റെ ഒരു സ്കിന്നിൽ എന്തെങ്കിലും മ്യൂട്ടേഷൻ പറഞ്ഞാൽ അത് എൻ്റെ സ്കിന്നിൽ അവിടെ തീർന്നു, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ അത് തീർന്നു. ബട്ട് ജേം സെൽസിലാണ് മ്യൂട്ടേഷൻ നടക്കണമെങ്കിൽ ഒരു ഡിഫറൻസ് ഉണ്ട് അവിടെ. അതെന്താന്ന് വെച്ചാൽ ഇപ്പോൾ ജേം സെൽസിൽ കാരണം എന്താ വെച്ചാൽ അടുത്ത ഇത് ഗാമേറ്റ്സ് ഉണ്ടാക്കണമെന്ന്, അപ്പൊ അടുത്ത ജനറേഷനിക്ക് അത് പാസ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ ജേം സെല്ലിൽ മ്യൂട്ടേഷൻ നടന്നാൽ അത് 2 കോൺസിക്വൻസസ് ഉണ്ടാവുക. ഒന്നെങ്കിൽ ആ പേഴ്സൺ എന്താണ് റീപ്രൊഡക്റ്റീവ്ലി ഫിറ്റ് ആവും, അല്ലെങ്കിൽ റീപ്രൊഡക്റ്റീവ് ഇമ്പയർമെന്റ് നടക്കും. അപ്പൊ റീപ്രൊഡക്റ്റീവ്ലി ഫിറ്റ് ആയ എന്താണ് സംഭവിക്കുക? ജേം സെല്ല് മ്യൂട്ടേറ്റഡ് ഓൾറെഡി, പക്ഷെ ആള് റീപ്രൊഡക്റ്റീവ് എബിലിറ്റിക്ക് ഒരു പ്രശ്നം പറ്റിയില്ല. അപ്പൊ എന്താ വെച്ചാൽ ആള് നല്ല അടിപൊളിയായി റീപ്രൊഡ്യൂസ് ചെയ്തിട്ട് അതെന്താവും നെക്സ്റ്റ് ഓഫ് സ്പ്രിങ്സ് ഉണ്ടാവുമല്ലോ. അപ്പൊ എന്താ വെച്ചാൽ അത് പാസ് ചെയ്യും, ആ മ്യൂട്ടേഷൻ പാസ് ചെയ്യും. ഈ റീപ്രൊഡക്റ്റീവ് എബിലിറ്റി ഇമ്പയർ ആയാലോ ആൾക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റണില്ല. അപ്പൊ എന്താ സംഭവിക്കുക? അപ്പൊ അടുത്ത ജനറേഷനിക്ക് അത് പാസ് ചെയ്യൂല. അപ്പൊ ഈ സൊമാറ്റിക് മ്യൂട്ടേഷനിൽ നടന്ന അതേപോലെ തന്നെ ആ പേഴ്സണോട് കൂടി അതങ്ങോട്ട് ഇല്ലാതാവും, അടുത്ത ജനറേഷനിക്ക് അത് പാസ് ചെയ്യൂല. അതാണ് ഈ പോയിന്റ് കൂടി അത് പറഞ്ഞത്. ഓക്കെ, ഇനി അടുത്ത സെന്റൻസും കുറച്ചൊരു കൺഫ്യൂസിംഗ് ആണ്, പല കൺഫ്യൂസിംഗ് ആയിട്ട് പറഞ്ഞത്. അലീലിക് സീക്വൻസ് വേരിയേഷൻ ഹാസ് ട്രഡീഷണലി been described as a DNA polymorphism if more than one variant allele at a locus occurs in human population with frequency greater than 0.01. ഇതെന്താണ് ഉദ്ദേശിച്ചാല് അലീൽസ് ഉണ്ടല്ലോ, അലീൽസ് എന്ന് പറഞ്ഞാൽ എന്താ? ഡിഫറെന്റ് ഫോംസ് ഓഫ് സെയിം ജീൻ അല്ലെ. അപ്പൊ ഈ DNA പോളിമോർഫിസത്തിന്റെ അതേ ഡെഫിനിഷൻ ആണ്. അപ്പൊ ഇവർ പറഞ്ഞെന്താന്ന് വെച്ചാല് എപ്പോഴാണ് ഒരു അലീലിക് സീക്വൻസ് വേരിയേഷൻ എന്ന് പറയാം? മനസ്സിലായോ? അലീലിക് സീക്വൻസ് വേരിയേഷൻ DNA പോളിമോർഫിസം എപ്പോഴാണ് പറയാന്ന് വെച്ചാൽ ഫ്രീക്വൻസി ഈ ക്വസ്റ്റ്യൻ അതേപോലെ നീറ്റിന് ചോദിക്കട്ടോ, ഫ്രീക്വൻസി മോർ ദാൻ 0.01 ആയിരിക്കണം. അതായത് എന്താ പറയുക വെച്ചാൽ ഇപ്പൊ 1000 ആൾക്കാരിൽ ഒരു 1000 പോപ്പുലേഷൻ ആണെന്ന് വിചാരിച്ചോ. അതില് എന്താ വെച്ചാല് ഒരു ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താണ്, ബ്ലാക്ക് ഹെയർ ഉണ്ട്, ബ്ലോണ്ട് ഹെയർ ഉണ്ട്. അപ്പോൾ ഇതെന്താ വെച്ചാൽ ഈ ബ്ലോണ്ട് ഹെയർ പറഞ്ഞാൽ മ്യൂട്ടേഷൻ കാരണം ഉണ്ടായതാണ്. നോർമലി ബ്ലാക്ക് ഹെയർ ആണല്ലോ, മ്യൂട്ടേഷൻ കാരണം ഉണ്ടായതാണ്. ഈ 1000 ആളുകളിൽ വെറും 2 ആൾക്ക് മാത്രമേ ഈ ബ്ലോണ്ട് ഹെയർ ഉണ്ടായെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ഫ്രീക്വൻസി, ഇതിന്റെ ഫ്രീക്വൻസി എത്ര? 2/1000, അതായത് ലെസ് ദാൻ 0.01 അല്ലേ. അപ്പോൾ ഇതെന്താ പറയുന്നത് വെച്ചാൽ ഇതിനൊരു അലീലിക് സീക്വൻസ് വേരിയേഷൻ എന്ന് പറയില്ല. എപ്പോഴും ഇതിനെ പറയാം ഫ്രീക്വൻസി മോർ ദാൻ 0.01. അപ്പൊ 0.01 ഓഫ് 1000 എത്ര? 10. അപ്പൊ ഈ 10 മോർ ദാൻ ഈക്വൽ ടു 10 ആണെങ്കിൽ, അല്ലെ മോർ ദാൻ ഈക്വൽ ടു അല്ല, മോർ ദാൻ 10 ആണെങ്കിലാണ്, മോർ ദാൻ 10. ഇപ്പൊ ഈ 1000 ആൾക്കാരിൽ 10 ആൾക്കാരെ കൂടുതലാണ് ഇത് എഫക്ട് ചെയ്തതെങ്കിലാണ് എന്താണ് ഇതിനെ DNA പോളിമോർഫിസം അലീലിക് സീക്വൻസ് വേരിയേഷൻ എന്ന് വിളിക്കുള്ളൂ എന്നാണ് ഈ ലൈന് ജസ്റ്റ് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ എപ്പോഴാണ് ഇനി നെക്സ്റ്റ് ലൈന് അത് ഒന്നും കൂടി പറയുന്നുണ്ട്, ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുണ്ട്. ഇൻ സിമ്പിൾ ടേംസ്, ഇഫ് ആൻ ഇൻഹെറിറ്റബിൾ മ്യൂട്ടേഷൻ ഈസ് ഒബ്സർവ്ഡ് ഇൻ എ പോപ്പുലേഷൻ അറ്റ് ഹൈ ഫ്രീക്വൻസി, ഇറ്റ് ഈസ് റെഫേർഡ് ടു ആസ് DNA പോളിമോർഫിസം. അപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ ഈ ഐസിന്റെ കളർ എടുത്തോ, ബ്ലാക്ക് ഐസും ഉണ്ട്, ഗ്രീൻ ഐസും ഉണ്ട് എന്ന് വിചാരിച്ചോ. ഗ്രീൻ ഐസ് മ്യൂട്ടേഷൻ കാരണം ഉണ്ടായതാണ്. അപ്പൊ ഈ പറഞ്ഞ എക്സാമ്പിളിൽ 1000 ആളുണ്ടെങ്കിൽ ഇപ്പൊ ഒരു 3-4 ആൾക്കാണ് ഇത് സംഭവിച്ചത്, ഗ്രീൻ ഐസ് വന്നുണ്ടെങ്കിൽ അതിനെ DNA പോളിമോർഫിസം ഓർ അലീലിക് സീക്വൻസ് വേരിയേഷൻ എന്ന് പറയില്ല. എപ്പോഴാ പറയാ? ഫ്രീക്വൻസി മോർ ദാൻ 0.01, അതായത് 10 ആൾക്ക്, ഒരു 15 ആൾക്ക് അല്ലെങ്കിൽ 20 ആൾക്ക്, അങ്ങനെയുള്ള സമയത്ത് മാത്രമേ ഇതിനെ DNA പോളിമോർഫിസം എന്ന് പറയുള്ളൂ എന്നുള്ളതാണ് ഈ ഒരു സെന്റൻസ് പറയുന്നത്. അപ്പൊ ആ ഫ്രീക്വൻസി ഓർത്ത് വെച്ചോ, ഫ്രീക്വൻസി ഗ്രേറ്റർ ദാൻ 0.01.
ഈ നെക്സ്റ്റ് സെന്റൻസ് ഇതിലും കുറച്ച് കൺസെപ്റ്റ് ആവശ്യമുള്ള ഒരു സെന്റൻസ് കേട്ടോ. പ്രോബബിലിറ്റി ഓഫ് സച്ച് വേരിയേഷൻ ടു ബി ഒബ്സർവ്ഡ് ഇൻ നോൺ കോഡിംഗ് DNA സീക്വൻസസ് would be higher as mutation in these sequences may not have any immediate effect or impact in individuals reproductive ability. ഇതെന്താന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, രണ്ട് സ്ഥലത്ത് മ്യൂട്ടേഷൻ നടക്കാം. ഒന്നെങ്കിൽ കോഡിംഗ് സീക്വൻസിൽ നടക്കാം, അല്ലെങ്കിൽ നോൺ കോഡിങ്ങിൽ നടക്കാം. ഈ കോഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താടാ? കോഡിംഗ് എന്ന് പറഞ്ഞാൽ അത് പ്രോട്ടീനെ കോഡ് ചെയ്യും, അതായത് ഒരു നല്ലൊരു ഫംഗ്ഷൻ അത് ചെയ്യുന്നുണ്ട്, മനസ്സിലായോ? നോൺ കോഡിംഗ് എന്ന് പറഞ്ഞാൽ പ്രോട്ടീനെ അത് കോഡ് ചെയ്യണേ ഇല്ല. അപ്പൊ നിങ്ങൾ അതൊന്ന് ആലോചിച്ച് നോക്കുക. ഇതില് ഈ കോഡിംഗ് സീക്വൻസിൽ മ്യൂട്ടേഷൻ നടന്നാൽ എന്താ സംഭവിക്കുക? ഉണ്ടാവാൻ പോകുന്ന പ്രോട്ടീൻ എന്താവും? ആ പ്രോട്ടീൻ എന്താവും? അതും ഒരു ഡിസേബിൾഡ് ആവൂലേ? പ്രോട്ടീന് മര്യാദയ്ക്ക് പ്രോപ്പർ ആയിട്ടുള്ള പ്രോട്ടീൻ ഉണ്ടാവില്ലല്ലോ. അങ്ങനെ എന്ത് സംഭവിക്കുക വെച്ചാല് സെല്ല് ഡെത്ത് ആവും. അത് നേരത്തെ ആ സൊമാറ്റിക് സെൽസിന് പറഞ്ഞ പോലെ അത് അവിടെ നിൽക്കും. ബട്ട് നോൺ കോഡിംഗ് സീക്വൻസിലാണ് മ്യൂട്ടേഷൻ നടന്നതെന്ന് വിചാരിക്കുക, എന്താ സംഭവിക്കുക? കോഡിംഗ് എന്നുള്ള അതിന്റെ പേരെന്നെ എന്താ? അത് പ്രോട്ടീനും കോഡ് ചെയ്യൂല. അപ്പൊ അതിലെന്തെങ്കിലും മ്യൂട്ടേഷൻ സംഭവിച്ചാൽ ആ സെല്ലിന്റെ പ്രോട്ടീൻ സിസ്റ്റത്തിനോ ആ സെല്ലിന്റെ ഇന്റേണൽ സിസ്റ്റം എന്തെങ്കിലും പറ്റുമോ? ഇല്ല. അപ്പൊ ആ സെല്ല് ഡെത്ത് ആവോ? ഇല്ല. അപ്പൊ എന്താ സംഭവിക്കുക വെച്ചാൽ ആ സെല്ല് അവിടെ പോകില്ല, ആ സെല്ല് അതേപോലെ. അപ്പൊ മ്യൂട്ടേറ്റഡ് സെല്ല് അവിടെ തന്നെ ഉണ്ടാവും, പക്ഷെ അതൊരു സൈലന്റ് രീതിയിലാണ് ഉണ്ടാവുക. അപ്പൊ എന്താ സംഭവിക്കുക വെച്ചാൽ വിത്ത് ടൈം ഈ മ്യൂട്ടേഷൻ ഇങ്ങനെ കൂടി അത് അക്യുമുലേറ്റ് ആവാൻ തുടങ്ങും. അപ്പൊ കോഡിംഗ് സീക്വൻസിൽ ഒരു മ്യൂട്ടേഷൻ സംഭവിച്ചാൽ അപ്പൊ തന്നെ ആ സെല്ല് തട്ടിപ്പോകും. ബട്ട് നോൺ കോഡിംഗിലാണെങ്കിൽ അതിങ്ങനെ അക്യുമുലേറ്റ് ചെയ്യും. അതേപോലെ തന്നെ എന്ത് സംഭവിച്ചാൽ ഇതൊരു സ്പെസിഫിക് പ്രോട്ടീനെ അല്ലെങ്കിൽ ഏതെങ്കിലും ബോഡീന്റെ ഫംഗ്ഷൻ ഒന്നും ഇമ്പയർ ചെയ്യണില്ലല്ലോ. അപ്പൊ കോഡിംഗ് സീക്വൻസിലാണ് മ്യൂട്ടേഷൻ സംഭവിച്ചെങ്കിൽ അത് ഒരു ഇൻഡിവിജ്വലിന്റെ റീപ്രൊഡക്റ്റീവ് എബിലിറ്റിനൊക്കെ ഇമ്പയർ ആയുള്ള ചാൻസ് നല്ലോണം ഉണ്ട്. പക്ഷെ ഇതിൽ അങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ല. അപ്പൊ എന്താ സംഭവിക്കുക? അത് രണ്ടും കൂടി ആകുമ്പോൾ എന്ത് സംഭവിക്കും വെച്ചാൽ റീപ്രൊഡക്റ്റീവ് എബിലിറ്റിയിൽ ഒരു പ്രശ്നമില്ല. നോൺ കോഡിംഗിൽ മ്യൂട്ടേഷൻ വന്നാൽ പിന്നെ അത് വെച്ചാൽ അതിങ്ങനെ അക്യുമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ എന്താ വെച്ചാൽ നെക്സ്റ്റ് ജനറേഷൻക്ക് പാസ് ആവും നോൺ കോഡിംഗിൽ. പിന്നെ അതും ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്യും, പിന്നെ അതേപോലെ നെക്സ്റ്റ് ജനറേഷൻക്ക് പാസ് ആവും. അങ്ങനെ അതിങ്ങനെ പാസ് ചെയ്ത് അപ്പൊ ഈ മ്യൂട്ടേഷൻ സംഭവിക്കാറുണ്ടാൽ പോളിമോർഫിസം ഉണ്ടാവില്ലേ? അപ്പൊ ഈ പോളിമോർഫിസം എന്താ വെച്ചാൽ ഈ നോൺ കോഡിംഗ് സീക്വൻസിലെ മ്യൂട്ടേഷൻ നടക്കുമ്പോഴാണ് എന്ത് പോളിമോർഫിസം നല്ലോണം ഉണ്ടാവുക എന്നുള്ളതാണ് ഈ ഒരു സെന്റൻസ്, ഈ ഒരു പാരഗ്രാഫ് മൊത്തത്തിൽ പറയാൻ നോക്കുന്നത്. അപ്പൊ നമുക്കൊന്ന് വായിച്ചു നോക്കാം ബാക്കിയുള്ളത്. ദീസ് മ്യൂട്ടേഷൻ ഞാൻ പറഞ്ഞ കാര്യം കീപ്പ് ഓൺ അക്യുമുലേറ്റിംഗ് ജനറേഷൻ ആഫ്റ്റർ ജനറേഷൻ ആൻഡ് ഫോം വൺ ഓഫ് ദ ബേസിസ് ഓഫ് വേരിയബിലിറ്റി ഓർ പോളിമോർഫിസം. കണ്ടോ? മറ്റേല് മ്യൂട്ടേഷൻ സംഭവിച്ചു, അത് അടുത്ത ജനറേഷനിലേക്ക് പാസ് ചെയ്യാൻ നിൽക്കില്ല, അപ്പോൾ ഇതിന് തട്ടിപ്പോയി. കാരണം അതിൽ പ്രോട്ടീൻ ഉണ്ടാവില്ല, സെല്ലിന് പ്രോപ്പറായിട്ട് സർവ് ചെയ്യാൻ പറ്റില്ല, അത് ചത്തു. ഇത് അങ്ങനെയൊന്നുമില്ല, ഇതിനൊരു പ്രശ്നവുമില്ല. ഇപ്പൊ കുറച്ച് ഇതായി കിടന്നാൽ അതവിടെ സൈലന്റ് ആയി കിടക്കും. അത് ഇങ്ങനെ അടുത്ത ജനറേഷനിലേക്ക് പാസ്സാവും, ആ മ്യൂട്ടേഷൻ സംഭവിക്കും. അങ്ങനെ കൂടി അതിങ്ങനെ അക്യുമുലേറ്റ് ചെയ്തിട്ട് ഭയങ്കര വേരിയേഷൻസ് ഉണ്ടാക്കും. മനസ്സിലായോ? മ്യൂട്ടേറ്റഡ് സെൽസ് ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്താൽ കുറെ വേരിയേഷൻസ് ഉണ്ടാക്കും. അങ്ങനെ എന്താ വെച്ചാൽ സെല്ലിന് പോളിമോർഫിസം ഉണ്ടാവും എന്നാണ് ഇത് പറയുന്നത്. ഇതൊരു സിമ്പിൾ കൺസെപ്റ്റ് ആണ്. ഇതൊന്നും മനസ്സിലായില്ലെങ്കിൽ ഒന്ന് ബാക്കിൽ നിന്ന് ഒന്ന് സിമ്പിൾ ആയിട്ട് ഒന്നും കൂടി മെല്ലെ കേട്ടു. നെക്സ്റ്റ് സെന്റൻസ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പോളിമോർഫിസം ആണ് പറയുന്നത്. ഇപ്പൊ ഡിഫറൻസ് ഇപ്പൊ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എങ്ങനെയൊക്കെ ആവുക? ഒന്നെങ്കിൽ ജസ്റ്റ് സിംഗിൾ ന്യൂക്ലിയോടൈഡ് ചേഞ്ച് ആവുക, അതിനാണ് സിംഗിൾ ന്യൂക്ലിയോടൈഡ് പോളിമോർഫിസം ഓർ SNP എന്ന് പറയും. ഫോർ എക്സാമ്പിൾ എന്താന്ന് വെച്ചാൽ ഇപ്പോൾ ഒന്നിന്റെ സീക്വൻസ് പറഞ്ഞാൽ 5' ATGGC എന്നായിക്കോട്ടെ 3'. അടുത്തതിന്റെ എങ്ങനെയാന്ന് വെച്ചാൽ 5' AGGGCC എന്നാവും. അപ്പൊ ഈ കണ്ടോ, ഒരു സിംഗിൾ ന്യൂക്ലിയോടൈഡിൽ മാത്രമല്ലേ ചേഞ്ച് ഉള്ളൂ. അതിനാണ് എന്താ പറയാ സിംഗിൾ SNP ഓർ സിംഗിൾ ന്യൂക്ലിയോടൈഡ് പോളിമോർഫിസം എന്ന് പറയാം. അല്ലെങ്കിൽ എന്താന്ന് വെച്ചാൽ ഈ സിംഗിൾ ആവാ, അല്ലെങ്കിൽ എന്താ വെച്ചാൽ ഭയങ്കരമായിട്ടുള്ള ഡിഫറൻസ് കാണാം. അപ്പൊ ഇത് മൊത്തത്തിൽ മാറാം, അല്ലെങ്കിൽ ഇവിടുന്ന് മാറാം. സിംഗിൾ അല്ലാതെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ബേസ് പേയേഴ്സും ഡിഫറൻസ് ഉണ്ടാവുക. അതാണ് വെരി ലാർജ് സ്കെയിൽ ചേഞ്ചസ് ഉണ്ടാവുക എന്ന് പറയുന്നത്. ഇനി പറയുന്നത് വെച്ചാൽ ഇവല്യൂഷനും സ്പീസിയേഷനും, അതായത് ഒരു ഇവോൾവ് ചെയ്ത് വന്ന് സ്പീസിയേഷൻ, ഒരു പുതിയ സ്പീഷീസ് ഉണ്ടാവാനോ എന്താ വെച്ചാൽ സച്ച് പോളിമോർഫിസം പ്ലേ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ. ആൻഡ് യു വിൽ അത് വേറെ ഹയർ ക്ലാസ്സസിൽ പഠിക്കുന്ന പറയുന്നത്. കാരണം എന്താ വെച്ചാൽ സ്പീസിയേഷൻ എന്ന് പറഞ്ഞാൽ പുതിയ സ്പീഷീസ് ഉണ്ടാവുകയാണ്. അതിനെന്താ വെച്ചാൽ മ്യൂട്ടേഷൻ അക്യുമുലേറ്റ് ചെയ്തിട്ട് ഇപ്പൊ മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് ഉണ്ടാവില്ലേ? അപ്പൊ അതേപോലെ തന്നെ വേറൊരു സ്പീഷീസ് ഉണ്ടാവണമെങ്കിൽ അതിന്റെ ജനറ്റിക് ബേസിസ് കംപ്ലീറ്റ് മാറണം. അതിനാണ് മ്യൂട്ടേഷൻ അക്യുമുലേറ്റ് ചെയ്ത് പോളിമോർഫിസം ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്തിട്ട് അത് പിന്നെ ഇവല്യൂഷനും സ്പീസിയേഷനൊക്കെ കാരണമാവുന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഇതാണ് ഈ DNA ഫിംഗർ പ്രിന്റിന്റെ ബേസിക്സ്, അതായത് പ്രിൻസിപ്പിൾസും കാര്യങ്ങളൊക്കെ. ഇനി എങ്ങനെയാണ് ഇതിന്റെ പ്രൊസീജിയർ എന്നുള്ളതൊക്കെയാണ് അടുത്ത പാരഗ്രാഫ്സിലൂടെ NCERT എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കുന്നത്. അപ്പൊ ടെക്നിക് ഓഫ് DNA ഫിംഗർ പ്രിന്റിംഗ് വാസ് ഇനീഷ്യലി ഡെവലപ്ഡ് ബൈ ഇമ്പോർട്ടൻ്റ് ആണ് അലക് ജെഫ്രി ആണ് ഈ DNA ഫിംഗർ പ്രിന്റിംഗ് എന്നുള്ളത് ഡെവലപ്പ് ചെയ്തത്.
അതായത് ആ സയന്റിസ്റ്റ് എന്താ ചെയ്തതെന്ന് വെച്ചാൽ സാറ്റലൈറ്റ് DNA യൂസ് ചെയ്തു ഒരു പ്രോബായിട്ട്. എന്നിട്ട് സാറ്റലൈറ്റ് DNA ദാറ്റ് ഷോസ് വെരി ഹൈ ഡിഗ്രി ഓഫ് പോളിമോർഫിസം, അതായത് ഒരു ഹൈ ഡിഗ്രി ഓഫ് ഭയങ്കരമായിട്ടുള്ള ഡിഫറൻസ് ഓർ വേരിയേഷൻസ്, അതായത് പോളിമോർഫിസം ഉള്ള ഒരു സാറ്റലൈറ്റ് DNA ആൾ പ്രോബായിട്ട് യൂസ് ചെയ്തു. പ്രോബ് എന്താന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇനി ഇറ്റ് വാസ് കോൾഡ് ആസ് വേരിയബിൾ നമ്പർ ഓഫ് ടാൻഡം റിപ്പീറ്റ്സ്. ഈ VNTR അഥവാ വേരിയബിൾ നമ്പർ ഓഫ് ടാൻഡം റിപ്പീറ്റ്സ് എന്താന്നുള്ളത് NCERT തന്നെ ഇത് കഴിഞ്ഞിട്ടുള്ള പാരഗ്രാഫിൽ പറയുന്നുണ്ട്. അപ്പൊ ഞാൻ അവിടെ പറഞ്ഞുതരാം. ഇനി നമുക്ക് ഈ ടെക്നിക്ക് എങ്ങനെയാണ് അലക്സ് ജെഫ്രി എങ്ങനെയാണ് ഇത് ചെയ്തതെന്നുള്ള ടെക്നിക്ക് NCERT പറയുന്നത് നോക്കാം. ദ ടെക്നിക് ആസ് യൂസ്ഡ് ഏർലിയർ ഇൻവോൾവ് സദേൺ ബ്ലോട്ട് ഹൈബ്രിഡൈസേഷൻ യൂസിങ് റേഡിയോ ലേബിൾഡ് വേരിയബിൾ നമ്പർ VNTR പ്രോബായിട്ട് യൂസ് ചെയ്തിട്ട് സദേൺ ബ്ലോട്ട് ഹൈബ്രിഡൈസേഷൻ. ഇതൊക്കെ എന്താന്നുള്ളത് ഞാനിപ്പോൾ ഈ പ്രൊസീജിയർ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ പറയാം. അപ്പോൾ ഈ സ്റ്റെപ്സ് ഇത് നോക്കി കേട്ടോ. ഫസ്റ്റ് ആളെന്താ ചെയ്തെന്ന് വെച്ചാൽ ആ DNA ഐസൊലേറ്റ് ചെയ്ത് ഒരു സെല്ല് എടുത്തിട്ട്, അപ്പം നമുക്ക് ആ DNA ആണെങ്കിലും DNA സീക്വൻസ് ആണെങ്കിലും നോക്കാണത്. അപ്പോൾ സെൽസിലെ ബാക്കിയൊക്കെ ഇതാക്കിയിട്ട് ആ DNA മാത്രം ഐസൊലേറ്റ് ചെയ്തെടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു വെച്ചാൽ ഡൈജഷൻ ഓഫ് DNA ബൈ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് REN, റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് വെച്ചിട്ട് ആ DNA ഇങ്ങനെ കട്ട് ചെയ്ത് ആള് ഡൈജസ്റ്റ് ചെയ്ത്. പിന്നെ എന്താ ചെയ്ത് വെച്ചാൽ ഈ DNA ഫ്രാഗ്മെന്റ്, അപ്പൊ ഞാൻ പറഞ്ഞത് ആദ്യം ഇങ്ങനെ DNA ഉണ്ടായിരുന്നു, ഇത് സെല്ല് ഉണ്ടായിരുന്നു, DNA ഉണ്ടായിരുന്നു, ന്യൂക്ലിയസ് എന്നൊക്കെ. അതിന് എന്താ വെച്ചാൽ ഈ DNA സെപ്പറേറ്റ് ചെയ്തെടുത്ത്. എന്നിട്ട് എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ അത് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ഇട്ടു. റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ഇട്ടപ്പോൾ ഇത് ഇങ്ങനെ കട്ട് ചെയ്ത് ഓരോ പീസ്. ഇനി നമുക്ക് എന്താ നമ്മളെ ആവശ്യമുള്ള എല്ലാ DNA നമുക്ക് ആവശ്യം എല്ലാ പീസും കൂടെ ആവശ്യമില്ല. നമുക്ക് ഏതാണ് ആവശ്യം? ആ ഹൈ ഡിഗ്രി ഓഫ് പോളിമോർഫിസം കാണിക്കണ മിനി സാറ്റലൈറ്റ്സ്, അവിടെയാണ് നമുക്ക് ആവശ്യം. അതായത് VNTR വേരിയബിൾ നമ്പർ ഓഫ് ടാൻഡം റിപ്പീറ്റ്സ്, അതായത് സ്പെസിഫിക് പറയുകയാണെങ്കിൽ മിനി സാറ്റലൈറ്റ്സ് തന്നെയാണ് നമുക്ക് ആവശ്യം. അപ്പൊ അത് നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി എന്താണ് സെപ്പറേഷൻ ഓഫ് DNA ഫ്രാഗ്മെന്റ്സ് ബൈ ഇലക്ട്രോഫോറസിസ്. ഇലക്ട്രോഫോറസിസ് അറിയണ്ടാവില്ലോ എല്ലാവർക്കും, അത് ചാപ്റ്ററിൽ പറയണ്ടല്ലോ ഇതിന് മുന്നത്തെ. അപ്പോൾ ഇലക്ട്രോഫോറസിസ് വെച്ച് സെപ്പറേറ്റ് ചെയ്യും ആ മറ്റേ ഇലക്ട്രിക് ചാർജിന്റെ ആ ഇന്റൻസിറ്റി വെച്ചിട്ട് ഇതിന്റെ സൈസും ചാർജും വെച്ചിട്ട് അതിനെ സെപ്പറേറ്റ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും വെച്ചാൽ, എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം ഇതിങ്ങനെ ഇപ്പം എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഇതിങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ട് ഇങ്ങനെ റെസ്ട്രിക്ഷൻ്റെ ന്യൂക്ലിയസ് കൊടുത്തു. അപ്പോൾ ഇതിങ്ങനെ എന്തായി സെപ്പറേറ്റ് ചെയ്തു. എന്നിട്ട് ഇലക്ട്രോഫോറസിസ് വെച്ചിട്ട് എന്തായി കട്ട് ചെയ്ത ശേഷം ഇലക്ട്രോഫോറസിസ് വെച്ചിട്ട് ഇതിനെങ്ങനെ ഓരോ ഇതായിട്ട് സെപ്പറേറ്റ് ചെയ്തു. ഇനി എന്താ വെച്ചാൽ ഇത് ഏത് വെച്ചിട്ട് ഇലക്ട്രോഫോറസിസ് ചെയ്യുക? അഗാരോസ് ജെൽ ഇലക്ട്രോഫോറസിസ് അല്ലേ. ബട്ട് അഗാരോസ് ജെൽ എന്താണ് കുറച്ച് അൺസ്റ്റേബിൾ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യണം? പിന്നെ അത് മാത്രമല്ല ഇത് ഡബിൾ സ്ട്രാൻഡഡ് അല്ലേ, അത് നമുക്ക് സിംഗിൾ സ്ട്രാൻഡഡ് ആക്കിയിട്ട് VNTR പ്രോബിനായിട്ട് അറ്റാച്ച് ചെയ്യണം. അതൊക്കെ എന്തിനാന്നുള്ളത് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം, ഒക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ എന്താ ചെയ്യുക വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ഇപ്പോൾ ഇത് അഗാരോസ് ജെൽ അല്ലേ, ഇത് അഗാരോസ് ജെല്ലിന് ഇവിടെ ഇങ്ങനെ വെക്കും താഴെ. പിന്നെ അതിന്റെ മേലെ കുറച്ചും കൂടി ഇത് നമ്മളെന്താ പറഞ്ഞാൽ അൺസ്റ്റേബിൾ ആണല്ലോ ഈ ജെല്ല്, അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും നൈലോണിന്റെ ഇതെടുക്കും, അല്ലെങ്കിൽ നൈട്രോസെല്ലുലോസ്, നൈലോൺ ഓർ നൈട്രോസെല്ലുലോസ് പേപ്പർ എടുത്തിട്ട് എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ മേലെ ഇങ്ങനെ ഒരു ഫിൽട്ടർ പേപ്പർ വെക്കൂട്ടാ. ഫിൽട്ടർ പേപ്പർ വെച്ചിട്ട് ഇവിടെ ഇതാണ് സദേൺ ബ്ലോട്ടിങ്, ഞാൻ ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് സദേൺ ബ്ലോട്ടിങ്. ഇവിടുന്ന് എന്താ ചെയ്യും ബഫർ പാസ് ചെയ്യും. ഈ ബഫർ പാസ് ചെയ്യുമ്പോൾ ഈ ജെല്ല് ഒട്ടി നിൽക്കുന്ന ഈ ഡബിൾ സ്റ്റാൻഡേർഡ് ഇതുണ്ടല്ലോ, ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള അതെന്താ വെച്ചാൽ സിംഗിൾ സ്റ്റാൻഡേർഡ് ആയിട്ട് പോയിട്ട് ഇതിമ്മ പോയി അങ്ങോട്ട് ഒട്ടും. അതായത് ഈ സാധനങ്ങൾ ഉണ്ടല്ലോ ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഇത് പോയിട്ട് സിംഗിൾ സ്റ്റാൻഡേർഡ് ആയിട്ട് നമുക്ക് നൈലോൺ ഇതിമ്മ കിട്ടും. ഇതിനാണ് സദേൺ ബ്ലോട്ടിങ് എന്ന് പറയും. മനസ്സിലായി? ഈ ഫിൽട്ടർ പേപ്പർ ആ ബഫറിനെ അബ്സോർബ് ചെയ്യുമ്പോൾ ഇങ്ങനെ എന്താ വെച്ചാൽ ഇതിമ ഉള്ള സാധനങ്ങൾ പോയിട്ട് മേലത്തിമ ഒട്ടിച്ചിട്ട് അത് നമുക്ക് കിട്ടും. അതിനുശേഷം എന്താ സംഭവിക്കുക, എന്താ ചെയ്യാന്ന് വെച്ചാൽ അതാണ് ട്രാൻസ്ഫറിങ്, അതാണ് ബ്ലോട്ടിങ് ഓഫ് സെപ്പറേറ്റഡ് DNA ഫ്രാഗ്മെന്റ്സ് ടു സിന്തറ്റിക് മെംബ്രെയിൻസ് സച്ച് ആസ് നൈട്രോസെല്ലുലോസ് ഓർ നൈലോൺ. ഇതിനെന്താ ഇതൊരു ന്യൂമോണിക് ഉണ്ട്, അത് നിങ്ങൾ ഓർത്ത് വെച്ചോ. ഇവിടെ ഒരു ഓർത്ത കളർ ന്യൂമോണിക് ആണ്, സ്നോ ഡ്രോപ്പ്. ഇപ്പൊ നമ്മൾ പഠിച്ച DNA കുറിച്ചാണ്, അതാണ് സദേൺ ബ്ലോട്ടിങ്, അതാണ് SD. ഫസ്റ്റ് 2 ലെറ്റേഴ്സ് ഇതാക്കുക. അപ്പൊ സ്നോ ഡ്രോപ്പ് എന്ന് ഓർത്തിച്ചാൽ മതി. പിന്നെ വെച്ചാൽ N മാറും. നോർത്തേൺ ബ്ലോട്ടിങ് RNA സെപ്പറേഷനെ യൂസ് ചെയ്യുക. ഇനി പ്രോട്ടീൻ ആണെങ്കിൽ വെസ്റ്റേൺ ബ്ലോട്ടിങ്. മനസ്സിലായോ? അപ്പൊ സ്നോ ഡ്രോപ്പ് എന്ന് ഓർത്തിച്ചാൽ മതി, ആ ലെറ്ററിന് പാരലൽ ആയിട്ടുള്ളത് അത് ഓർത്തിച്ചാൽ മതി. അപ്പൊ ഏതും നമുക്ക് എന്താക്കും ഏത് എക്സാമിന് ഏത് ചോദിച്ചാലും നമുക്ക് കിട്ടും. ഇനി അടുത്തത് എന്താ വെച്ചാൽ അങ്ങനെ എന്തായി നൈലോൺ പേപ്പറിൽ ഇപ്പോൾ സിംഗിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഇത് കിട്ടിയല്ലോ DNA. ഇനി ഇതിക്ക് എന്താ വെച്ചാൽ നമ്മൾ VNTR പ്രോബ് ഇൻട്രൊഡ്യൂസ് ചെയ്യും. പ്രോബ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, സിംഗിൾ സ്റ്റാൻഡേർഡ് DNA ആവുക RNA ആവുക. അപ്പോൾ ഈ കേസിൽ സദേൺ ബ്ലോട്ടിംഗ് ആണല്ലോ, അപ്പോൾ DNA. അപ്പോൾ നമ്മൾ നോർത്തേൺ ബ്ലോട്ടിംഗ് ആണെങ്കിൽ സിംഗിൾ സ്റ്റാൻഡേർഡ് RNA യൂസ് ചെയ്യും, അതാണ് പ്രോബ്. പിന്നെ ആ പ്രോബും എന്തുണ്ടാവും വെച്ചാൽ റേഡിയോ ലേബലിംഗ് ഉണ്ടാവും. എന്നിട്ട് എന്താ വെച്ചാൽ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് എക്സ്റേ പാസ് ചെയ്യും. എക്സ്റേ പാസ് ചെയ്തിട്ട് അതിനെ അനലൈസ് ചെയ്യും, അതിന് വേണ്ടിയാണ്. അപ്പോൾ ഈ സിംഗിൾ സ്റ്റാൻഡേർഡും
നമ്മൾക്ക് കിട്ടിയ സിംഗിൾ സ്ട്രാൻഡും കൂടി എന്താ വെച്ചാൽ അത് തമ്മിൽ പെയർ ആവും. എന്നിട്ട് നമ്മൾ എക്സ്റേ പാസ് ചെയ്തു. അങ്ങനെയാണ് ഇതിൽ കൂടി കിട്ടുക. ഇനി അങ്ങനെ എന്തായി, ഹൈബ്രിഡൈസേഷൻ ചെയ്തു. ഇനി ഡിറ്റക്ഷൻ ഓഫ് ഹൈബ്രിഡൈസ്ഡ് DNA ഫ്രാഗ്മെന്റ്സ് ബൈ ഓട്ടോ റേഡിയോഗ്രാഫി. ഈ ഇങ്ങനെ ഇതെന്താ ഹൈബ്രിഡൈസേഷൻ കഴിഞ്ഞ ശേഷം നമ്മൾ എന്താ വെച്ചാൽ ഇതിനെ എക്സ്റേ, അതായത് റേഡിയോഗ്രാഫിന്റെ ഇൻഫ്ലുവൻസിൽ നമ്മൾ ഇത് എന്ത് ചെയ്യും, ഇതിനെ നമ്മൾ ഡിറ്റക്ട് ചെയ്യും. എന്നിട്ട് ഇതിന്റെ സ്കീമാറ്റിക് റെപ്രസെന്റേഷൻ ഓഫ് DNA ഫ്രാഗ്മെന്റ് നമുക്ക് ഫിഗറിൽ കാണാം. ഫിഗർ 5.16 നമുക്ക് അത് അവിടെ എത്തുമ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഇനി VNTR എന്താന്നുള്ളത് ഇവിടെ പറയുന്നുണ്ട്. VNTR ബിലോങ്സ് ടു എ ക്ലാസ് ഓഫ് സാറ്റലൈറ്റ് DNA റെഫർഡ് ടു ആസ് മിനി സാറ്റലൈറ്റ്. അപ്പോൾ ഈ സാറ്റലൈറ്റ് DNA തന്നെ മിനി സാറ്റലൈറ്റിലാണ് എന്ത് വരിക, VNTR എന്ന് പറയാം. അപ്പോൾ എങ്ങനെ വരിക എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഈ ജീനോമിൽ തന്നെ എന്തുണ്ടെന്ന് വെച്ചാൽ കോഡിങ് ഉണ്ട്, നോൺ കോഡിങ് ഉണ്ട്. മനസ്സിലായോ? ഈ നോൺ കോഡിങ്ങിലാണ് എന്ത് റിപ്പിറ്റേറ്റീവ് DNA വരാം. അത് തന്നെയാണ് എന്ത് സാറ്റലൈറ്റ് DNA. മനസ്സിലായോ? ഈ സാറ്റലൈറ്റ് DNA എന്തുണ്ട് വെച്ചാൽ ഇത് മൈക്രോൻ്റെ ഇതാണ് കേട്ടോ. മൈക്രോ സാറ്റലൈറ്റ് ഉണ്ട്, മിനി സാറ്റലൈറ്റ് ഉണ്ട്. മനസ്സിലായോ? ഈ മിനി സാറ്റലൈറ്റിൻ്റെ തന്നെ ഒരു ഇതാണ്, സബ് കാറ്റഗറിയാണ് എന്ത് VNTR, വേരിയബിൾ നമ്പർ ഓഫ് ടാൻഡം റിപ്പീറ്റ്സ്. അതാണ് ഇവിടെ പറയുന്നത് എന്ത് VNTR ബിലോങ് ടു എ ക്ലാസ് ഓഫ് സാറ്റലൈറ്റ് DNA റെഫർ ടു ആസ് മിനി സാറ്റലൈറ്റ്. അപ്പൊ മിനി സാറ്റലൈറ്റിന്റെ ക്ലാസ്സിലുള്ള ഒരു സബ് ക്ലാസ് ആണ് VNTR. ഇതിൽ എന്താ സംഭവിക്കുക വെച്ചാൽ എ സ്മോൾ DNA സീക്വൻസ് ഈസ് അറേഞ്ച്ഡ് ടാൻഡംലി എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട്. മനസ്സിലായോ? അപ്പൊ ഒന്നിന് പുറകെ ഒന്ന് അങ്ങനെ, അല്ലാതെ ഇപ്പൊ ഇവിടെ ഒരു സീക്വൻസ് ആണെങ്കിൽ ഇവിടെ ആവില്ല. അതിന്റെ കറക്റ്റ് കണ്ടിന്യൂസ്, അതാണ് ടാൻഡം എന്നുള്ള വേർഡിന്റെ അർത്ഥം കേട്ടോ. അപ്പൊ എന്താ വെച്ചാൽ എ സ്മോൾ DNA സീക്വൻസ് ഈസ് അറേഞ്ച്ഡ് ടാൻഡംലി ഇൻ മെനി കോപ്പി നമ്പേഴ്സ്. ദ കോപ്പി നമ്പർ വാരീസ് ഫ്രം ക്രോമസോം ടു ക്രോമസോം ഇൻ ആൻ ഇൻഡിവിജ്വൽ. അതായത് എന്താ പറയുന്നത് വെച്ചാൽ ഇപ്പോൾ ഇന്റെ ബോഡിയിൽ തന്നെയുള്ള ഒരു ക്രോമസോം നമ്പർ ഫോർ എക്സാമ്പിൾ ഒരു 18 ആണെന്ന് വിചാരിച്ചോ. ഇതിൽ എങ്ങനെ ഇപ്പൊ ക്രോമസോം നമ്പർ 18 എങ്ങനെ വെച്ചാൽ ഇങ്ങനെയാന്ന് വിചാരിച്ചോ. ഇതിൽ VNTR ഇങ്ങനെ 4 ഉണ്ടെന്ന് വിചാരിച്ചോ. ഒരു എക്സാമ്പിൾ പറയട്ടെ, വെറുതെ റാൻഡം എക്സാമ്പിൾ. അങ്ങനെയാണെങ്കിൽ ക്രോമസോം ഒരു 20 എടുത്താൽ അതിലുണ്ടാവണ VNTR എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 6 കാരണം. മനസ്സിലായി? അപ്പൊ ഒരു ഇൻഡിവിജ്വലിൽ തന്നെ ഉള്ള ഈ VNTRന്റെ റിപ്പീറ്റ്സ് ഉണ്ടല്ലോ, അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. മനസ്സിലായോ? അതാണ് ഇവിടെ പറയുന്നത്, അത് ഓർത്ത് വെച്ചോ. അപ്പൊ ക്രോമസോം നമ്പർ ഡിഫറെന്റ് ആവുന്നിടത്തോളം ഈ VNTRന്റെ റിപ്പീറ്റ്സിന്റെ എണ്ണം ഡിഫറെന്റ് ആവും. ഇനി the numbers of repeats show very high degree of polymorphism. അതാണ് പറയുന്നത്. ഇപ്പൊ ഈ നോക്ക്, ചിലതിൽ 4, ചിലതിൽ 6, ചിലതിൽ 10, ചിലതിൽ 2. അപ്പൊ ഇങ്ങനെ ഭയങ്കര വേരിയേഷൻസ് ആണ്, പോളിമോർഫിസം കാണിക്കണില്ലേ. അതാണ് ഇവിടെ പറഞ്ഞത്. ഈ റിപ്പീറ്റ്സ് നോക്കിയാൽ നമുക്ക് ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് ഭയങ്കര പോളിമോർഫിസം കാണാം, വെരി ഹൈ ഡിഗ്രി ഓഫ് പോളിമോർഫിസം. കാരണം ഒരു ഇൻഡിവിജ്വലിൽ തന്നെ ക്രോമസോമിൽ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അതാണ് ഭയങ്കര പോളിമോർഫിസം കാണിക്കുന്നത്. ആസ് എ റിസൾട്ട് ദ സൈസ് ഓഫ് VNTR വേരീസ് ഫ്രം 0.1, ഇത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ്, 0.1 to 20 KB എന്ന് പറഞ്ഞാൽ കിലോ ബേസ്. അപ്പോൾ 0.1 to 20 VNTRന്റെ സൈസ് ഉണ്ടല്ലോ, അത് എത്ര ബേസ് പെയർസാ? 0.1 to 20 into 10⁻³ ബേസ് പെയർസ്. അതാണ് കിലോ ബേസ് പെയർ. അതായത് എത്ര വരും? 0.1 100 into 100 to 20,000 ബേസ് പെയർസ്. ഇതാണ് ഏതിൻ്റെ? ഇത് ചിലപ്പോൾ ഇങ്ങനെ വരാം, ചിലപ്പോൾ 0.1 to 20 KB എന്നാവില്ല, 0.1 to 20 B എന്ന് കാണും. ആ K തട്ടിയിട്ടുണ്ടാവും NT. അപ്പോൾ ഓർത്ത് വെച്ചോ, അത് K എന്നുള്ളത് കിലോ ആണ്. അപ്പോൾ അതിന്റെ പ്രോപ്പർ ഒരു ഓപ്ഷൻ എന്താ? കാരണം 0.1 to 20 ബേസ് പെയർസ്, അടുത്ത ഓപ്ഷൻ 100 to 20,000 ബേസ് പെയർ. അപ്പോൾ അത് കറക്റ്റ് ഓർത്ത് വെച്ചോ, ഇത് KB ആണ്, വെറും ബേസ് പെയർസ് അല്ല. അപ്പോൾ സൈസ് ഓഫ് VNTR ഓർത്ത് വെച്ചോ, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി consequently after hybridization with VNTR probe the autoradiogram gives many bands of differing sizes. അപ്പോൾ എന്തായി? VNTR പ്രോബിന്റെ കൂടെ എന്താക്കി? നമ്മൾ ഹൈബ്രിഡൈസ് ചെയ്തു. ഇനി ഓട്ടോ റേഡിയോഗ്രാം നമ്മൾ എക്സ്റേ വഴിയൊക്കെ നോക്കുമ്പോൾ എന്താ വെച്ചാൽ ഡിഫറിങ് സൈസ് അത് ഇവിടെ കാണിക്കുന്നുണ്ട്. പല ക്രോമസോമിൽ പല സൈസ് ആവും. കാരണം എന്താ വെച്ചാൽ പല റിപ്പീറ്റ്സും. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ ഈ ക്രോമസോം 18 നോക്കുമ്പോൾ ലെങ്ത് കുറച്ച് കുറവേക്കാരം, പക്ഷെ ക്രോമസോം 20 ഈ എക്സാമ്പിൾ അത് 6 ഉണ്ട്, അപ്പൊ കുറച്ചും കൂടി ലെങ്ത് കൂടും. അതാണ് പറഞ്ഞത് എന്ത് ഡിഫറിങ് സൈസ് ആവും എന്നുള്ളത്. ഈ ഓട്ടോ റേഡിയോഗ്രാം കൂടി നോക്കുമ്പോൾ ദീസ് ബാൻഡ്സ് ഗീവ്സ് എ ക്യാരക്ടറിസ്റ്റിക് പാറ്റേൺ ഓഫ് ആൻ ഇൻഡിവിജ്വൽ DNA. അങ്ങനെ എന്താ വെച്ചാൽ
ഈ ഓട്ടോറിയ ഡയഗ്രാം കൂടി നോക്കുമ്പോൾ നമുക്ക് ആ ഇൻഡിവിജ്വലിനെ ഒരു DNA പ്രൊഫൈൽ കിട്ടും. ഈ DNA പ്രൊഫൈൽ പറയട്ടെ ആ മനുഷ്യന് മാത്രം എന്താണ് ആ ലോകത്തുണ്ടാവുള്ളൂ. മനസ്സിലായോ? പിന്നെ മോണോസൈഗോട്ടിക് ട്വിൻ ഉണ്ടല്ലോ. മോണോസൈഗോട്ടിക് ട്വിൻ പറഞ്ഞൊന്നുമില്ല, സൈഗോട്ടിന് മൈറ്റോസിസ് സംഭവിച്ചിട്ട് ഉണ്ടാവുന്നതാണ് മോണോസൈഗോട്ടിക് ട്വിൻസ്. അപ്പൊ അവരിതിലും എന്താണ് അപ്രോക്സ് ഭയങ്കര, പക്ഷെ എന്നാലും അവരിതിലും ചെറിയ DNA പ്രൊഫൈലിൽ ഡിഫറൻസ് ഉണ്ടാവുന്നത്, DNA സീക്വൻസിൽ ഡിഫറൻസ് ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ ഫിംഗർ പ്രിന്റ് പോലെ തന്നെ നമുക്ക് അടുത്ത ഏറ്റവും വലിയ യുണീക്ക് ആയിട്ടുള്ള കാര്യമാണ് എന്ത് DNA സീക്വൻസ്. അപ്പൊ ഇത് നമ്മൾ ഇപ്പൊ DNA ഫിംഗർ പ്രിന്റ് കിട്ടിയാൽ ഭയങ്കര സുഖമായിട്ട് പറയാന്ന് പറയണ്ടല്ലോ, ഒരു മനുഷ്യനെ ഒരു മനുഷ്യന്റെ ഐഡന്റിറ്റി അതിലേറെ DNA പ്രൊഫൈലിങ്. കാരണം എന്താ വെച്ചാൽ ഇതൊന്നും വേണ്ട, നമുക്കൊരു മുടിന്റെ നാര് അല്ലെങ്കിൽ കുറച്ച് സലൈവന്റെ കുറച്ച് സലൈവ അല്ലെങ്കിൽ സ്പേം അല്ലെങ്കിൽ ബ്ലഡ്, ഇതിൽ നിന്ന് എന്തെങ്കിലും ഒരു കുറച്ച് തുള്ളി കിട്ടിയാൽ തന്നെ നമുക്ക് ആളെ കംപ്ലീറ്റ് ആയിട്ടുള്ള DNA പ്രൊഫൈലിങ്, DNA സീക്വൻസ് ഓർ പ്രൊഫൈൽ നമുക്ക് പറയാം. അപ്പൊ ഈ DNA ഫിംഗർ പ്രിന്റിങ് എന്താ ചെയ്യുന്നതെന്ന് അറിയോ? ബേസിക്കലി ഇത്രയേ ഉള്ളൂ. അതായത് ഇപ്പോൾ രണ്ടാൾ തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ടാവുമല്ലോ, ആ ഡിഫറൻസ് കണ്ടുപിടിക്കുക, അത്ര തന്നെ ഉള്ളൂ ഈ DNA ഫിംഗർ പ്രിന്റിംഗ് എന്ന് പറഞ്ഞാൽ. മനസ്സിലായോ? അപ്പോ ഇനി നെക്സ്റ്റ് പോയിന്റ് എന്താ പറയാൻ നിൽക്കട്ടെ, ഇറ്റ് ഡിഫേഴ്സ് ഫ്രം ഇൻഡിവിജ്വൽ ടു ഇൻഡിവിജ്വൽ ഇൻ എ പോപ്പുലേഷൻ. എല്ലാ ഇൻഡിവിജ്വലിലും കുറേ എക്സെപ്റ്റ് ഇൻ ദ കേസ് ഓഫ് മോണോസൈഗോട്ടിക് ട്വിൻസ്. അത് NCERT പറയേണ്ടത് എന്ത്, മോണോസൈഗോട്ടിക് ട്വിൻസിൽ എന്താണ് DNA പ്രൊഫൈൽ സെയിം, എന്നാലും ചെറിയ ഡിഫറൻസ് ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ബട്ട് നമ്മൾ NCERT ഇപ്പോഴത്തെ +2 നീറ്റിന് ചോദിച്ചാൽ NCERT പറഞ്ഞ രീതി മാത്രമേ ഇതാവും. ഞാൻ ഒരു അഡീഷണൽ ഇൻഫർമേഷൻ വേണ്ടി പറഞ്ഞതാണ്. ഇനി വേറൊരു രസം കണ്ടോ, സെൻസിറ്റിവിറ്റി ഓഫ് ദ ടെക്നിക് ഹാസ് ബീൻ ഇൻക്രീസ്ഡ് ബൈ യൂസ് ഓഫ് PCR. അതായത് അതുകൊണ്ട് തന്നെ കോൺസിക്വന്റ്ലി DNA ഫ്രം എ സിംഗിൾ സെൽ ഈസ് ഇനഫ് ടു പെർഫോം DNA ഫിംഗർ പ്രിന്റിംഗ്. അതായത് ഒരു ചെറിയ ഒരു സിംഗിൾ സെല്ലിന്റെ DNA സീക്വൻസ് മതി നമുക്ക് എന്താക്കാം അത് PCR വെച്ച്. ഇപ്പൊ ഒരു മുടിന്റെ ഭയങ്കര വലുതോ അല്ലെങ്കിൽ കുറെ ബ്ലഡ് ഒന്നും വേണ്ട, ഒരു തരി നാരി ഒരു സെല്ല് എന്നൊക്കെ പറഞ്ഞാൽ എത്ര ചെറുതറിയോ, അത്ര ഇത് മതി നമുക്ക് DNA സീക്വൻസിങ് ചെയ്യാൻ. അതെന്താ ചെയ്യുക വെച്ചാൽ PCR വെച്ചിട്ട് നമ്മൾ ആംപ്ലിഫൈ ചെയ്തിട്ട് എന്താക്കും, എന്നിട്ട് അതിന് നമ്മൾ DNA ഫിംഗർ പ്രിന്റിങ് ചെയ്യും. അപ്പൊ ടെക്നോളജി നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഏത് രീതിയിലാണ് നമ്മൾ ഈ ടെക്നോളജി ഇതൊക്കെ ഇങ്ങനെ മേലേക്ക് പോകുന്നത്. അപ്പൊ ഇനി കുറച്ച് കഴിഞ്ഞാൽ ഇതിലേറെ അഡ്വാൻസ്ഡ് ആവും. അപ്പോൾ അതൊക്കെ നമുക്ക് കാത്തുനിന്ന് കാണാൻ എന്തൊക്കെ സംഭവിക്കുന്നുള്ളത്. ഇനി ഇൻ അഡീഷൻ ടു അപ്ലിക്കേഷൻ ഇൻ ഫോറൻസിക് സയൻസ് ഇറ്റ് ഹാസ് മച്ച് വൈഡർ അപ്ലിക്കേഷൻ. അതായത് ഫോറൻസിക് സയൻസിന് അല്ലാതെ തന്നെ വേറെ അപ്ലിക്കേഷൻസ് ഉണ്ടാ പറയുന്നത്. അതായത് സച്ച് ആസ് എന്താ വെച്ചാൽ ഇൻ ഡിറ്റർമൈനിങ് പോപ്പുലേഷൻ ആൻഡ് ജനറ്റിക് ഡൈവേഴ്സിറ്റീസ്. അത് ജസ്റ്റ് ഓർത്ത് അതിന്റെ യൂസർ പോപ്പുലേഷൻ ആൻഡ് ജനറ്റിക് ഡൈവേഴ്സിറ്റി യൂസ് ചെയ്യുക, അത് വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല. കറന്റ്ലി മെനി ഡിഫറെന്റ് പ്രോബ്സ് ആർ യൂസ്ഡ് ടു ജനറേറ്റ് DNA ഫിംഗർ. ഇപ്പോൾ പല പ്രോബ്സും നമുക്ക് അവൈലബിൾ ആണ് നമ്മളെ ഇപ്പോഴത്തെ സെനറിയോയിൽ. നമുക്കത് യൂസ് ചെയ്തിട്ട് DNA ഫിംഗർ പ്രിന്റിംഗ് ഒക്കെ ചെയ്യാന്നുള്ളതാണ് ഈ NCERTന്റെ ലാസ്റ്റ് ലൈന് പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് ഈ NCERTയിൽ ഒരു ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. ആ ഡയഗ്രാം ഒന്ന് നോക്കാം എന്താണുള്ളത്. ഇതിന് നീറ്റിന് ക്വസ്റ്റ്യൻസ് ചോദിക്കലുണ്ട്. ഇതൊന്നുമില്ല, ഇതെന്താന്ന് വെച്ചാൽ നമ്മളെന്താ വെച്ചാൽ ഒരു ക്രൈം സീൻ ഉണ്ടായി. ആ ക്രൈം സീന് നമുക്ക് എന്തെങ്കിലും ഒരു ഇത് കിട്ടി, സാമ്പിളിങ് കിട്ടി, അതിന് നമ്മൾ DNA സീക്വൻസിങ് ചെയ്തു. ആ DNA സീക്വൻസിങ് ചെയ്തപ്പോൾ കിട്ടിയ പാറ്റേൺ ആണ് ഇത്. ഓക്കെ, എന്നിട്ട് എന്തായി, 2 സസ്പെക്ട്സ് ഉണ്ടായിരുന്നു. ആ സസ്പെക്ട്സിന് DNA ഇതാണ് ഇൻഡിവിജ്വൽ A, ഇതാണ് ഇൻഡിവിജ്വൽ B. അവരെ രണ്ടങ്ങൾ എന്തായി DNA സീക്വൻസിങ് ചെയ്തു. അപ്പൊ എന്റെ സീക്വൻസ് ആണ് ഇത് കിട്ടിയത്, ബിന്റെ സീക്വൻസ് ആണ് ഇത് കിട്ടിയത്. അപ്പൊ എന്നിട്ട് അത് കമ്പയർ ചെയ്തു. ആ കമ്പയർ ചെയ്യുമ്പോൾ നോക്ക്, ഇത് മാച്ച് ആവണ ഏതാണ്, ജസ്റ്റ് ബേസിക് സാധനമാണ്. അതായത് സിയും ഈ ക്രൈം ചെയ്ത ആളും B അല്ലേ ഇതാവണത്, മാച്ച് ആവണത്. അപ്പൊ ഇവിടെ കുറ്റം ചെയ്ത ആള് എന്ന് പറഞ്ഞാൽ എന്താണ്, B ആണ്. ആ ക്രൈം ചെയ്തെടുത്തുനിന്ന് കിട്ടിയതും ഈ B എന്ന് പറഞ്ഞ സസ്പെക്ടിന്റെ അടുത്തുനിന്ന് കിട്ടിയ രണ്ടാളത്തുനിന്ന് DNA സീക്വൻസ് ചെയ്തപ്പോൾ കറക്റ്റ് പക്ക ഒരേപോലായി. അപ്പൊ അതിന്റെ അർത്ഥം എന്താ, B ആണ് ഇവിടുത്തെ കുറ്റം ചെയ്ത ആള്. അപ്പൊ ഇതിന് ഇങ്ങനത്തെ അപ്ലിക്കേഷൻസ് വേണ്ടിയാണ് എന്ത് നമ്മുടെ DNA സീക്വൻസിങ് യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞത്. അപ്പൊ ഇവിടെ ഈ ഡയഗ്രത്തിൽ നോക്കടാ, ഒരു കാര്യം കൂടി ഉണ്ട്, ഷോർട്ട് ടാൻഡം റിപ്പീറ്റ്സ്. അപ്പൊ ഈ ടാൻഡം റിപ്പീറ്റ്സ് തന്നെ എന്തുണ്ട്, ഷോർട്ട് ടാൻഡം, അത് ജസ്റ്റ് ഓർത്തിച്ചോ. ഷോർട്ട് ടാൻഡം റിപ്പീറ്റ്സ് ഉണ്ട്, ലാർജ് ടാൻഡം റിപ്പീറ്റ്സ് ഉണ്ട്. അപ്പൊ ഈ ടാൻഡം റിപ്പീറ്റ്സ് ആ പേര് തന്നെ ഉണ്ട്. കുറച്ചുകൂടി ഷോർട്ട് ആണെങ്കിൽ ഷോർട്ട് ടാൻഡം റിപ്പീറ്റ്സ് എന്ന് പറയും, ഭയങ്കരമായിട്ട് റിപ്പീറ്റ് ഉണ്ടെങ്കിൽ അതിനെ ലാർജ് ടാൻഡം റിപ്പീറ്റ്സ് എന്ന് പറയും. പിന്നെ ഒരു കാര്യം കൂടി ഇവിടെ ശ്രദ്ധിക്കാണ്ട്, ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവുന്നത്, ഈവൻ പെറ്റേണൽ ക്രോമസോം മെറ്റേണൽ ക്രോമസോം എന്ന് കിട്ടൂലേ, ഒരു ജീന്റെ 2 അലീൽസ് ഉണ്ടാവില്ലേ, അതിലുള്ള VNTRന്റെ എന്താണ് നമ്പർ ഓഫ് റിപ്പീറ്റ്സും ഡിഫറെന്റ്. അത് നമുക്ക് ലോജിക്കലായിട്ട് ചിന്തിച്ച് മനസ്സിലാവും. ആ ഒരു പോയിന്റും ഇവിടെ പറയുന്നുണ്ട്. അത് വെച്ച് ഓർത്ത് വെച്ചാൽ 2 alleles, paternal and maternal of a allele, the 2 alleles of a chromosome also contain different copy numbers of VNTR. മനസ്സിലായോ? അപ്പൊ ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കാം,
ഇവിടെ നോക്കാം ക്രോമോസോം 7 ആണ്. നമുക്ക് ക്രൈം സീനിൽ നിന്ന് കിട്ടിയതാട്ടോ. ക്രോമോസോം 7ലുള്ള പാറ്റേണൽ അല്ലീൽ എത്ര VNTR ഉണ്ട് നോക്കടാ. 1 2 3 4 5 6 7 8 9 10 11 ഷോർട്ട് ടാൻഡം റിപ്പീറ്റ്സ് ആണ് ഏതിലുള്ളത്, പാറ്റേണൽ അലീലുള്ളത്. ഇനി ഏത് ക്രോമോസോം നമ്പർ 7ന്റെ. ഇനി അതിന്റെ മെറ്റേണൽ അലീലോ 1 2 3 4 5 6 7 8 9 ഷോർട്ട് ടാൻഡം റിപ്പീറ്റ്സ് ആണുള്ളത്. മനസ്സിലായോ? അപ്പൊ എന്താ മനസ്സിലാക്കുന്നത്, ഈ പാറ്റേണൽ ഒരു അല്ലീലിൽ തന്നെയുള്ള പാറ്റേണലിലും മെറ്റേണലിലുള്ള VNTRന്റെ റേഞ്ചിൽ ഡിഫറൻസ് ആണ്. അതാണ് ഭയങ്കര, നേരത്തെ പറഞ്ഞു ഈ VNTRനെ വെരി ഹൈ ഡിഗ്രി ഓഫ് പോളിമോർഫിസം കാണിക്കുന്നുണ്ട് എന്നുള്ളത് പറഞ്ഞത്. പിന്നെ നേരത്തെ പറഞ്ഞ പോയിന്റ് ഇടാ, ക്രോമോസോം നമ്പർ നോക്കടാ. ഇവിടെ നോക്കാം, ഈ പാറ്റേണലിൽ 11 9 അല്ലേ. ഇപ്പൊ ഇവിടുത്തെ നോക്കടാ, പാറ്റേണലിലും ക്രോമോസോം നമ്പർ 2 സെയിം ഇൻഡിവിജ്വൽ ആണ്, പക്ഷെ ക്രോമോസോം നമ്പർ മാറിയപ്പോ എന്ത് മാറി? ക്രോമോസോം നമ്പർ മാറിയപ്പോ VNTRന്റെ റേഞ്ചും മാറി, VNTRന്റെ റിപ്പീറ്റ്സിന്റെ നമ്പറും മാറി. അപ്പൊ ആ ഒരു 2 പോയിന്റ്സും ആണ് ഇവിടെ നമ്മൾ ഓർത്തു വെക്കേണ്ടത്. അപ്പൊ അത്രയുള്ള DNA ഫിംഗർ പ്രിന്റിങ്. ഇതിപ്പോ ഞാൻ ഈ പഠിപ്പിച്ച പോലെ നമ്മൾ കണ്ടില്ലേ, ഡയഗ്രാം നോക്കി നമ്മൾ NCERTന്റെ ഓരോ ലൈനും നോക്കി അത് എക്സ്പ്ലെയിൻ ചെയ്ത് അതിന്റെ കൺസെപ്റ്റ് നോക്കി. അപ്പൊ ഇതേപോലെ ആയിരിക്കണം നിങ്ങൾ NCERTന്റെ എല്ലാ പേജും വായിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം, നീറ്റ് ബയോളജിയിൽ നിങ്ങൾ പുട്ടുപോലെ വളരെ ഈസി ആയിട്ട് 360 ഔട്ട് ഓഫ് 360 കിട്ടും. അപ്പൊ ഇനി ഇതേപോലെയുള്ള ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ലെക്ചേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ നീറ്റ് ഔട്ട് ആക്സസിന്റെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇനി അതേപോലെ തന്നെ നമ്മളൊരു മെന്റർഷിപ്പ് പ്രോഗ്രാം റൺ ചെയ്യേണ്ടത് എല്ലാവർക്കും അറിയണ്ടാവും വിചാരിക്കുന്നത്. അത് നല്ല അടിപൊളിയായിട്ട് പോകുന്നുണ്ട്, നല്ല റിസൾട്ട്സ് ആണ്. അതായത് കൺസിസ്റ്റൻസി, ഡിസിപ്ലിൻ, അങ്ങനെ മോട്ടിവേറ്റഡ് അല്ലാത്ത കുട്ടികളൊക്കെ ഇപ്പോൾ നല്ല അടിപൊളി നല്ല ട്രാക്കിൽ പോകുന്നുണ്ട്. പിന്നെ ഡിസ്ട്രാക്ഷനൊക്കെ ഭയങ്കര ഡിസ്ട്രാക്റ്റഡ് ആയിട്ടുള്ള കുട്ടികളൊക്കെ ഇപ്പോൾ ഡിസ്ട്രാക്ഷനൊക്കെ ഓൾമോസ്റ്റ് 0 ആയിട്ട് നല്ല രീതിയിൽ 13 hours 14 hours 15 hours 16 hours വരെ നല്ല അടിപൊളിയായിട്ട് പുഷ് ചെയ്ത് പഠിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്കും ഇതേപോലെ ഒരു മെന്റർഷിപ്പോ ഒരു ഗൈഡൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ മെന്റർഷിപ്പിൽ ജോയിൻ ചെയ്താൽ മതി. നമ്മൾ അടിപൊളിയായിട്ട് നിങ്ങളെ ഗൈഡ് ചെയ്യണം. ഇനിയിപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് അറിയേണ്ടവർ എൻ്റെ മെയിൻ ചാനലായിട്ടുള്ള അബ്ദുൽ ഷുക്കൂർ എയിംസ് ഡൽഹി എന്നുള്ള ചാനലിൽ അതിന്റെ വീഡിയോ, പിന്നെ അതിന്റെ പോസ്റ്ററൊക്കെ ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ഇവിടെ പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ നമ്മൾ മെന്റർഷിപ്പിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മൾ പറഞ്ഞു തരും. അപ്പൊ ഇനി ഈ ലെക്ചറിനെ കുറിച്ചുള്ള നിങ്ങളെ കമന്റ്സ് ഇതൊക്കെ അടിയിൽ പറഞ്ഞു. പിന്നെ ഫസ്റ്റ് ലെക്ചർ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഒരു ക്യാമറ നോക്കിയിട്ട് ഇങ്ങനെ ലെക്ചറൊക്കെ. അപ്പൊ ഫസ്റ്റ് ആ ടൈം ആയതുകൊണ്ട് തന്നെ അതിന്റെ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടാവും. വിത്ത് ടൈം നമ്മൾ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഒക്കെ നമ്മൾ ടോപ്പേഴ്സ് എങ്ങനെയാണ് പഠിച്ചത് ആ ലെവല് കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ ഈ ചാനൽ കൂടി പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നിങ്ങളൊന്ന് ജസ്റ്റ് സബ്സ്ക്രൈബൊക്കെ പിന്നെ ലൈക്കൊക്കെ ചെയ്ത് പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്ത് നമ്മളെ കൂടെ കൂടിക്കോ. അപ്പൊ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.